സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 7:30 ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈം. ഓക്കെ. സോ നമ്മൾ ഇന്നത്തെ വെബിനാറിന്റെ പേര് ചാറ്റ് ജി പി ടി ആൻഡ് പ്രോംപ്റ്റ് എഞ്ചിനീയർ പറഞ്ഞിട്ടുള്ള ഒരു മാസ്റ്റർ വർക്ക്ഷോപ്പ് ആണ്. സോ ആക്ച്വലി ഒരു പക്ഷേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ ചാറ്റ് ജി പി ടി, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, അതേപോലെ എ ടൂൾസ്, ഇങ്ങനത്തെ ഒരുപാട് ന്യൂസുകൾ ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പൊ ആക്ച്വലി ഇന്ന് ലോകം ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞുള്ള ടെക്നോളജിയിൽ റാഡിക്കൽ ആയിട്ടുള്ള ഷിഫ്റ്റുകൾ കൊണ്ടുവന്ന് ഇരിക്കുകയാണ്. അപ്പോ ഇന്നത്തെ ലോകം ഏറ്റവും കൂടുതൽ മുമ്പോട്ട് വെക്കുന്ന സ്കില്ല് എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. നിങ്ങൾ ഒരു പക്ഷേ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ എ ടൂൾസുകളോട് എങ്ങനെയാണ് നല്ല ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക, അതേപോലെ തന്നെ എങ്ങനെയാണ് നല്ല ആൻസേഴ്സുകൾ കിട്ടുക, അങ്ങനത്തെ ഒരു സെഷൻ ആയിരിക്കും നമ്മൾ ഈ ഒരു ഐ മീൻ അങ്ങനത്തെ ഡെലിവറീസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ കിട്ടുന്നുണ്ടാവും. സോ ബിഫോർ സ്റ്റാർട്ടിംഗ് ദി സെഷൻ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് വിത്ത് മൈ സെൽഫ്. എന്റെ പേര് ഷിബിൽ പോത്തി. ഞാൻ ഇഡാപ്റ്റ് ലേണിംഗ് ടെക്നോളജിന്റെ കോ ഫൗണ്ടർ ആണ്. ഏകദേശം 2017 നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മളൊരു ടെക്നോളജിയിൽ ഒരു പാഷൻ ഉള്ളത് കൊണ്ട് തന്നെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് 2017 ഞങ്ങൾ 4 പേര് ചേർന്നിട്ട് ഇഡാപ്റ്റ് ലേണിംഗ് ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതും. ആൻഡ് അന്നും അതേപോലെ തന്നെ ഇന്നും നമ്മൾ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഇഡാപ്റ്റ് മുന്നോട്ട് വെക്കുന്ന ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ടെക്നോളജി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എസ്പെഷ്യലി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്തിനാണ് ടെക്നോളജി എഡ്യൂക്കേഷന്റെ ഒരു ആവശ്യകത എന്നുള്ളത്. സോ നമുക്കറിയാം ടെക്നോളജി നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ലോകത്തിന് അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിന്, മെറ്റാവേഴ്സ്, 3D പ്രിന്റിംഗ്, ഇങ്ങനെ ഒരുപാട് ടെക്നോളജീസുകൾ ഉണ്ട് നമ്മുടെ ചുറ്റും. ബേസിക്കലി നമ്മൾ പറയാറുള്ളത് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെയാണ്. സോ ഇത്തരത്തിലുള്ള ടെക്നോളജികൾ നമ്മൾ ജീവിക്കുന്ന ലോകത്തെ അടിമുടി മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കരിയറിലോ ഒക്കെ ആയിരിക്കും. അപ്പൊ ഇനി വരുന്ന ലോകത്ത് ഏത് സ്കില്ലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കേണ്ടി വരിക? പക്ഷേ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതാണ് നിങ്ങളെ സ്കില്ല് എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നല്ല രീതിയിൽ എ ടൂൾസും കൂടി പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് കൂടുതലായിട്ട് അറിയാം. ഞാൻ ഇപ്പൊ ഏകദേശം 7 years ആയി ഞാൻ എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്ക് ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് ഇനി ലോകം പോകുന്നത്. അതായത് 7 വർഷത്തോളമായി ഞാൻ എന്റെ കമ്പനിയിൽ റിസർച്ച് ചെയ്യുന്നുണ്ട് ടെക്നോളജീസിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ സ്കിൽസിനെ കുറിച്ച്, അതേപോലെ പുതിയ എഡ്യൂക്കേഷൻ എങ്ങനെയാവണം വരുന്ന കാലത്തെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ കുട്ടികൾ എന്നല്ല നമ്മൾ വിദ്യാഭ്യാസം എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് നടത്തുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ റീസെന്റ് ആയിട്ട് ഈ ചാറ്റ് ജി പി ടി അതേപോലെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ റീസെന്റ് ആയിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ ഈ ഒരു വെബിനാറിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണ് ചാറ്റ് ജി പി ടി, ചാറ്റ് ജി പി ടി എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, എന്താണ് അല്ലെങ്കിൽ ഏത് ടെക്നോളജിയാണ് ഇതിന്റെ പിറകിലുള്ളത്, എത്രത്തോളം ഡാറ്റാസുകളാണ് ചാറ്റ് ജി പി ടിയെ ട്രെയിൻ ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് ചാറ്റ് ജി പി ടിയെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം. ആ നല്ല രീതിയിൽ എങ്ങനെ യൂസ് ചെയ്യാന്ന് പറയുന്നതിനാണ് നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം എന്നുള്ളതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് സ്ട്രാറ്റജീസുകൾ ഉണ്ട്. അതായത് ഡിഫറെന്റ് ഫ്രെയിംവർക്കുകൾ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാ എ ടൂൾസും ഒരേപോലെ നമുക്ക് റെസ്പോൺസ് ചെയ്യണമെന്നില്ല. അപ്പൊ ഓരോ എ ടൂളിലും അതിൻ്റെതായിട്ടുള്ള ഫ്രെയിംവർക്കുകൾ ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസുകൾ ഉണ്ട്, ഡിഫറെന്റ് ഫീച്ചേഴ്സുകൾ ഉണ്ട്. അതെല്ലാം നമ്മൾ ഇന്ന് ഈ ഒരു വെബിനാറിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞു ആക്ച്വലി ഇഡാപ്റ്റിന്റെ കോ ഫൗണ്ടർ ആണ്. 2017 ഞങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഏകദേശം 2024 ആയി. നമുക്കിപ്പോ ഏകദേശം 4 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളെ 150+ കൺട്രീസിൽ നിന്ന് നമ്മളെ പാർട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഡാപ്റ്റിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇഡാപ്റ്റിന്റെ സിഇഒ ഉമർ അബ്ദുസലാം ആണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. ടെക്നോളജി എഡ്യൂക്കേഷൻ എന്നുള്ളത് അല്ലെങ്കിൽ കേരളത്തിൽ ഇലോൺ മസ്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ അദ്ദേഹത്തെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ഉമർ അബ്ദുസലാമാണ് നമ്മൾ കമ്പനിന്റെ സിഇഒ ആയിട്ട് വരുന്നത്. സോ നമുക്ക് ഈ സെഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് പോകാനാണ്. ഞാൻ ഇങ്ങനെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നതിന് പകരം നമുക്ക് ചാറ്റിലൂടെ യെസ് ഓർ നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോ എനിക്ക് നിങ്ങളോട് തരാനുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിലവിൽ ഞാൻ ചോദിക്കുന്നത് വരെ ആരും മൈക്ക് ഓൺ ആക്കരുത്. അതേപോലെ തന്നെ നമ്മൾ സ്ക്രീനും ആരും ഷെയർ ചെയ്യരുത്. കാരണം സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഷെയർ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് കാണാതെയാവും. സോ അതുകൊണ്ട് നിങ്ങൾ ആരും സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുക. അതേപോലെ തന്നെ മൈക്ക് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അൺമ്യൂട്ട് ചെയ്യുക. പറയുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു അറ്റ് എൻഡിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു Q&A സെഷൻ വെക്കുന്നുണ്ട്. ആ സംശയം മീൻസ് ആ നേരത്തെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ മാക്സിമം നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഞാൻ പറയുന്ന സമയം മാത്രം എന്ത് ചെയ്യുക, ചാറ്റിൽ യെസ് ഓർ നോ എന്നുള്ള റിപ്ലൈ ചെയ്യാം. സോ ഞാൻ ഇഡാപ്റ്റിനെ പറ്റി പറഞ്ഞു. ഇഡാപ്റ്റിന് ഇപ്പോൾ മേജർ ആയിട്ട് 3 പ്രോഗ്രാംസ് ആണുള്ളത്. ബേസിക്കലി ഇഡാപ്റ്റിന്റെ മിഷൻ എന്ന് പറഞ്ഞാൽ ടെക്നോളജി എഡ്യൂക്കേഷൻ ആണ്. ആൻഡ് മേജർ ആയിട്ട് നമുക്ക് 3 പ്രൊഡക്റ്റ് ആണ് ഉള്ളത്. ഒന്ന് ടെക്കിനി എന്ന് പറയും. ആക്ച്വലി ടെക്കിനിന്റെ പ്രൊഡക്റ്റ് മാനേജർ ആണ് ഞാൻ. സോ ടെക്കിനി ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ടെക്നോളജി സ്കില്ലുകൾ മലയാളത്തിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് ടെക്കിനി പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചാറ്റ് ജി പി ടി അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, മെറ്റാവേഴ്സ് ഇങ്ങനത്തെ എല്ലാ ടെക്നോളജീസുകളെയും നമ്മൾ മലയാളത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ട് നമ്മൾ കോഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നെക്സ്റ്റ് വന്ന് നമ്മുടെ TLP എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഉണ്ട് ഇഡാപ്റ്റിന്, ടെക്നോളജി ലീഡർഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രോഗ്രാമാണ് നമ്മൾ ആക്ച്വലി നമ്മൾ ഓഫീസിൽ നിന്ന് നടത്തുന്ന പ്രോഗ്രാം. അതായത് ഇൻഹൗസിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരേ ഒരു പ്രോഗ്രാമാണ് നമ്മൾ TLP എന്ന് പറഞ്ഞത്. അപ്പൊ ആക്ച്വലി അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലല്ല ആക്ച്വലി നമുക്ക് സേ ഫോർ സ്കൂളിൽ നിന്നും അതേപോലെ തന്നെ കോളേജൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്നത്. സോ അപ്പൊ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ അതിനാവശ്യമായിട്ടുള്ള കോഴ്സുകൾ ചെയ്യാറാണുള്ളത്.
അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഇല്ല അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന സ്കിൽ എന്താണോ അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് TLP എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫിസിക്കലായിട്ട് സെന്റേഴ്സിൽ വരുന്നവർക്ക് മാത്രമായിരിക്കും ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾ കൊടുക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, അതായത് ഓണ്ടർപ്രണർഷിപ്പ് വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, അതേപോലെ പ്രോഗ്രാമിംഗ് പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനത്തെ രണ്ട് വേരിയേഷൻ ആണ് TLP എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഉള്ളത്. ആൻഡ് തേർഡ് വൺ ആണ് നമ്മുടെ ഹെലോ എ എന്ന് പറയുന്നത്. ഹെലോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ വേണ്ടി ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന സമയത്തും ഇപ്പോഴും നിലവിൽ സ്കൂൾ IT സിലബസ് വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. ഞാൻ റീസെന്റ് ആയിട്ട് ഞാൻ പഠിച്ച സ്കൂളിൽ പോയ സമയത്ത് ഇപ്പോഴും അവിടെ കൊടുക്കുന്നത് ഹാർഡ്വെയർ എന്താ, സോഫ്റ്റ്വെയർ എന്താ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സോ അത് നമ്മളൊരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇടാറ്റ് എന്താ ചെയ്തെന്ന് വെച്ചാൽ ഹെലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. ഹെലോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ KG മുതൽ ഗ്രേഡ് 8 വരെയുള്ള കുട്ടികൾക്ക് നമ്മുടെ സിലബസ് ഉണ്ട്. സോ ആ സിലബസിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിപ്പിക്കുന്നുണ്ട്, ഇലക്ട്രോണിക്സ്, കോഡിംഗ്, മെക്കാനിക്സ്, റോബോട്ടിക്സ്, അങ്ങനത്തെ എല്ലാ ടെക്നോളജീസിനെയും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിനർത്ഥം കുട്ടികൾ നേരിട്ട് പോയിട്ട് അടുത്തത് ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു കരിയർ കണ്ടെത്തുക എന്നല്ല, പകരം ഇന്ന് ലോകം എവിടെ എത്തി നിൽക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇനി ഏത് സ്കില്ലുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയിൽ ഡിമാൻഡ് ഉണ്ടാവുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കുട്ടികളെ സ്കൂൾ തലത്തിൽ തന്നെ പഠിപ്പിക്കാനാണ് നമ്മൾ ഹെലോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. സോ ഈ 3 പ്രോഗ്രാംസ് ആണ് ഇഡാപ്റ്റർ മേജർ ആയിട്ടുള്ളത്. ഞാൻ എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്ത സമയത്ത് ഇഡാപ്റ്റിംഗ് കൂടി. സോ എന്റെ പേര് ഷിബിൽ പോത്തി, ഞാൻ ആക്ച്വലി ഇഡാപ്റ്റിംഗ് കോ-ഫൗണ്ടർ ആണ്, അതേപോലെ ടെക്നിക് എന്നുള്ള പ്രോഗ്രാമിന്റെ പ്രൊഡക്റ്റ് മാനേജർ ആണ്, ആൻഡ് ആൾസോ സർട്ടിഫൈഡ് പ്രോംപ്റ്റ് എഞ്ചിനീയർ ആണ്. ഞാൻ ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഫ്രെയിം വർക്കുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ജനറേറ്റീവ് AI എന്ന് പറഞ്ഞത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇതുവരെ ഒരിക്കലും ലോകത്ത് ഇത്തരത്തിലൊരു റെവല്യൂഷണറി ടെക്നോളജി ഇതുവരെ വന്നിട്ടില്ല. സോ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഈ സെഷൻ കംപ്ലീറ്റ് ചെയ്യുക. സോ ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ പഠിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരാണ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്ലൈഡ് ആൻഡ് ദിസ് ആൾ അബൌട്ട് മീ ആൻഡ് മൈ കമ്പനി. ഓക്കെ, സോ എനിക്ക് ഈ സെഷൻ കുറച്ചുകൂടി പേഴ്സണലൈസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. സോ ജസ്റ്റ് ഒന്ന് കമന്റിൽ നിങ്ങൾ മുന്നേ ChatGPT പോലുള്ള ടൂൾസുകൾ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും, അതേപോലെ തന്നെ നിങ്ങളെ പ്രൊഫഷൻ എന്താണെന്നുള്ളത് പറയാം. ഫോർ എക്സാമ്പിൾ എന്റെ പേര് ഷിബിലാണ്. സോ ഞാൻ പ്രൊഡക്റ്റ് മാനേജർ യെസ് എന്നുള്ള രീതിയിൽ ടൈപ്പ് ചെയ്താൽ മതി. സോ എനിക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങളെ ഒക്യുപ്പേഷൻ എന്താ, അതേപോലെ ChatGPT പോലെ ടൂൾസുകൾ യൂസ് ചെയ്തിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് യെസ് ഓർ നോ ടൈപ്പ് ചെയ്യാം. ഓക്കെ, യെസ്. ഓക്കെ, യെസ് അനു. യെസ്. ഓക്കെ, ഒക്യുപ്പേഷൻ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുമായിരുന്നു. യെസ് യെസ്. ഓക്കെ, ഓൾറെഡി ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻസ്. നോ, ഓക്കെ ഫൈൻ. സയൻസ്, ഓക്കെ. BSc കമ്പ്യൂട്ടർ സയൻസ്, നൈസ്. ഓക്കെ, യെസ്. ബിസിനസ്, ഓക്കെ ഫൈൻ ഫൈൻ. യെസ്. ഡിസൈനർ, ഓക്കെ ഗ്രേറ്റ്. ഡിസൈനർ ആക്ച്വലി യെസ്, BCom graduate, യെസ്. ഓക്കെ, സ്റ്റുഡന്റ്, യാ. യെസ്, ടീച്ചർ. ടീച്ചേഴ്സ് ഓൾറെഡി ഉണ്ട്. പോസ്റ്റർ മേക്കിംഗ്, ഐ തിങ്ക് ഗ്രാഫിക് ഡിസൈനർ ആണ്. വീക്കിംഗ് ഓൺലി, ഓക്കെ ഫൈൻ. Currently studying digital marketing, okay nice. Muhammad Shamim, +2 student, no, okay fine. Accountant, okay fine. Accountant, okay fine fine. Okay, സോ നമ്മൾ ഇന്നത്തെ ഈ വെബിനാറിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ആൾക്കാരുകൾ വന്നിട്ടുണ്ട്. അതായത് അക്കൗണ്ടൻസ് വന്നിട്ടുണ്ട്, സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്, ആൻഡ് ഓൾസോ ഗ്രാഫിക് ഡിസൈനേഴ്സ്, സ്റ്റുഡൻസ്, യെസ്, ഓക്കെ ഫൈൻ. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഡിഫറെന്റ് ആൾക്കാർ വന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഈ സെഷൻ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ ആ രീതിയിൽ തന്നെ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ചെയ്തുതരാം. ഓക്കെ ഫൈൻ, ദാറ്റ്സ് ഓൾ. ഓക്കെ ഫൈൻ ഫൈൻ. ഓക്കെ, സോ ഞാൻ എന്റെ സ്ലൈഡ് ഒന്ന് സ്വിച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ കുറച്ച് ന്യൂസ് കൊടുത്തിട്ടുണ്ട്. ന്യൂസ് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് 2 to 3 monthsനകത്ത് വന്നിട്ടുള്ള ന്യൂസുകളാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ 6 ന്യൂസാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കിയാൽ പറ്റും. AI stole my job. 22-year-old Indian student claim her income has dropped 90% since ChatGPT launch. റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസ് ആണ്. എന്താണെന്ന് വെച്ചാൽ 22 വയസ്സുള്ള ഒരാൾക്ക്, ഒരു സ്റ്റുഡന്റ്, ആളെ ഇൻകം എന്ന് പറഞ്ഞാൽ 90% ആണ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്? ChatGPT എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൂള് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് 90% ഒരാളുടെ സാലറി 90% കുറയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു കാര്യമില്ല. സോ ആക്ച്വലി ഈ ഒരു കാര്യം വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പറയുന്നുണ്ട് അവൾ ഓൾറെഡി ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ഓക്കെ, കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ഓട്ടോമാറ്റിക് ആയിട്ട് ഇത്തരത്തിൽ AI ടൂൾസുകൾ പ്രോപ്പർ ആയിട്ട് അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്തായിരുന്നു വെച്ചാൽ, ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ ഇഡാറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ കമ്പനി അറിയാം ഇത്തരത്തിലുള്ള ടൂൾസുകൾ അവൈലബിൾ ആണ്. സോ നമുക്ക് എന്ത് വേണ്ട, സാലറി വെച്ചിട്ട് ഒരാളെ വെക്കേണ്ട ആവശ്യമില്ല, ജോബിന് വെക്കേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം, AI ടൂൾസിനെ പ്രോപ്പർ ആയിട്ട് ലിവറേജ് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പനി ആ സൈഡിൽ നിന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് AI stole my job എന്ന് പറയുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ത് ചെയ്തു, ആ കുട്ടീന്റെ ജോബ് എടുത്തു എന്നുള്ളത്. ദാറ്റ്സ് ദ ഫസ്റ്റ് ന്യൂസ്. സെക്കൻഡ് ന്യൂസ് നമുക്ക് നോക്കിയാൽ പറ്റും, ഇവിടെ കാണാൻ പറ്റും 300 million jobs will be lost or degraded by artificial intelligence. അതായത് ഇനി വരുന്ന ലോകത്ത് ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്ന ജോബ് ലോസ് എന്ന് പറഞ്ഞാൽ 300 million ജോബ്സുകളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുന്നേക്ക് ഒരു കാര്യം പറയായിരുന്നു, അതായത് ഇപ്പോൾ റോബോട്ടൊക്കെ ആയിരിക്കും നമ്മൾ ജോലി കളയുക, അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻസ് റിപ്പറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ജോബുകളൊക്കെ ആയിരിക്കും റോബോട്ട് കൊണ്ടുപോകുന്നുള്ളത്.
പക്ഷെ ചാറ്റ് ജി പി ടി മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടെന്ന് വെച്ചാൽ ഹ്യൂമൻസിനെ പോലെ തന്നെ ക്രിയേറ്റീവ് ആകാൻ പറ്റി എന്നുള്ളതാണ്. അതായത് എ സോഫ്റ്റ്വെയർസുകൾക്ക് ഹ്യൂമൻസിനെ പോലെ ക്രിയേറ്റീവ് ആകാൻ പറ്റി എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ഇനി നമുക്ക് കാണാൻ പറ്റും ഏകദേശം നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന എല്ലാ മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൈവെക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഒരു പ്രഡിക്ഷൻ ആണ് 300 മില്യൺ ജോബ്സുകളായിരിക്കും ഇനി വരുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ AI റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ആൻഡ് ആൾസോ തേർഡ് ന്യൂസ് നമുക്ക് നോക്കിയാൽ കിട്ടും എങ്ങനെയാണ് കമ്പനികൾ ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ ട്രെൻഡുകൾ വരുന്ന സമയത്ത് കമ്പനി എങ്ങനെയാണ് അതിന് പ്രോപ്പർ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. Amid AI replacing several jobs, 92 of Indian companies have adopted ChatGPT at workplace. ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കിയാൽ കിട്ടും ഏതൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ChatGPT പോലുള്ള ടൂൾസുകൾ അഡോപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ മാർക്കറ്റിൽ നിന്ന് റീപ്ലേസ് ആവും എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം എനിക്ക് നല്ലോണം അത് പറയാൻ പറ്റും. കാരണം ഞാനിപ്പോൾ എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടൂൾസുകൾ ഞാൻ ദിനം പ്രതി യൂസ് ചെയ്യുന്നുണ്ട്. സിംഗിൾ ടൂൾസുകൾ ഞാൻ യൂസ് ചെയ്യുന്നതിന് പകരം ഡിഫറെന്റ് ആയിട്ടുള്ള ടൂൾസുകൾ എന്റെ പല ടാസ്കും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു ടൂൾ വേണോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാലറി കൊടുത്തിട്ട് ഒരാൾ നിർത്തണോ എന്നുള്ളത് നമുക്ക് ഈസിലി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, മീൻസ് കമ്പയർ ചെയ്യാൻ പറ്റും. ഇതിനർത്ഥം കമ്പനിയിലെ ഹ്യൂമൻസ് ഉണ്ടാവില്ല എന്നല്ല കേട്ടോ. ഒരുപാട് നമ്മൾ ഹ്യൂമൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ടാസ്കുകളെ റീപ്ലേസ് ചെയ്യാൻ ഇന്ന് ഓൾറെഡി മാർക്കറ്റിൽ വളരെ കോസ്റ്റ് കുറഞ്ഞിട്ടും അതേപോലെ തന്നെ 10x ബെറ്റർ ആയിട്ട് ചെയ്യുന്ന AI ടൂൾസുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡിലെ മൂന്നെണ്ണം എന്താന്ന് വെച്ചാൽ നിലവിൽ ചാറ്റ് ജി പി ടി AI ടൂൾസ് വന്ന സമയത്ത് മാർക്കറ്റിൽ വന്നിട്ടില്ല ചേഞ്ചുകളാണ്. ആൻഡ് ഓൺ ദി അതർ സൈഡ് നമുക്ക് റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇത്തരം ടൂൾസുകളെ പ്രോപ്പർ ആയിട്ട് ലിവറേജ് ചെയ്ത ആൾക്കാർ നല്ല രീതിയിൽ ഇൻകം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കണ്ട സ്റ്റുഡന്റ് ഹു നെവർ അറ്റൻഡ് ക്ലാസ് ക്ലെയിംസ് ടു ഹാവ് സ്കോർഡ് 94% ഇൻ മാർക്ക് വിത്ത് ചാറ്റ് ജി പി ടി സെൽഫ്. നമുക്കറിയാം നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പേഴ്സണലൈസ് ചെയ്തിട്ട് എക്സാമ്പിൾ പറയാനോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയിട്ട് എക്സാമ്പിൾ പറയാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമുക്ക് ടീച്ചറിന് പറ്റിയിട്ടുണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ക്ലാസ്സിൽ 60-70 കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും ഒരു ടീച്ചറിന് എന്ത് ചെയ്യാൻ പറ്റില്ല ആ രീതിയിൽ പല എന്നെ കൂടുതൽ മനസ്സിലാക്കിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചാറ്റ് ജി പി ടി പോലുള്ള ടൂൾസുകളെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതായിരിക്കും റിസൾട്ട് വരുന്നത്. 24/7 അവൈലബിൾ ആയിട്ടുള്ള ടീച്ചർ ആയിട്ടാണ് നമ്മൾ സ്റ്റുഡൻസിന് ഒരു യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റുഡന്റ് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 24 മണിക്കൂറും അവൻ എന്ത് ചെയ്യാം അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം, എക്സാംസിന്റെ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഓന് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കുട്ടീന്റെ ന്യൂസ് ആണ് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു ക്ലാസ്സിലും അതായത് വളരെ കുറച്ച് ക്ലാസ്സിൽ പോയ ഒരു കുട്ടി 94% മാർക്കാണ് ചാറ്റ് ജി പി ടിന്റെ ഹെൽപ്പോട് കൂടി വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇത് സെക്കൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ചാറ്റ് ജി പി ടി മിഡ് ജേണി ഹെൽപ്പ് മീ ടു റൈറ്റ് എ ചിൽഡ്രൻ ബുക്ക് ഇൻ 720 ഹവേഴ്സ് എന്ന രീതിയിൽ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസുകൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലെവറേജ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടും, അല്ലെങ്കിൽ കൂടുതൽ ഇൻകം ലെവറേജ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ എല്ലാ ഓപ്പർച്യൂണിറ്റീസുകളും വരുന്നുണ്ട്. അതേപോലെ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട് ടു ഫ്രണ്ട്സ് യൂസർ ചാറ്റ് ജി പി ടി ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി, അതേപോലെ തന്നെ അതിനെ ഇത്ര എമൗണ്ടിന് വിറ്റു എന്നുള്ളത്. സോ ഈ ഒരു സ്ലൈഡ് ഞാൻ പ്രോപ്പർ ആയിട്ട് ആഡ് ചെയ്യാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം എല്ലാ കാലത്തും ടെക്നോളജി മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്, അതിനനുസരിച്ച് ഒരുപാട് ജോബുകൾ പോയിട്ടുണ്ട്. എല്ലാ ടെക്നോളജിക്കും അഡ്വാൻറ്റേജ് ഉണ്ടാവും, അതേപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഏത് സമയവും നമ്മൾ ടെക്നോളജിനെ പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഏതാണോ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ടെക്നോളജിനെ പ്രോപ്പർ ആയിട്ട് ലെവറേജ് ചെയ്യുന്നവർ അവർക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സോ ഈ ഒരു വെബിനാറിലൂടെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന സെഷൻസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സെഷനിൽ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ പ്രോപ്പർ ആയിട്ട് നോട്ട് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ചാറ്റ് ജി പി ടി എങ്ങനെയാണ് മാർക്കറ്റിന് ചേഞ്ചസുകൾ കൊണ്ടുവരുന്നത്. ഓൺ ദി അതർ ഹാൻഡ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഇതിനെ ലെവറേജ് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരു 10x ബെറ്റർ ആയിട്ട് പോകുക എന്നുള്ളതാണ്. സോ മുന്നേ പറഞ്ഞ പോലെ എല്ലാ ടെക്നോളജിക്കും അഡ്വാൻറ്റേജും ഉണ്ടാവും, ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ മാർക്കറ്റിലേക്ക് ഒരു ടെക്നോളജി വരുന്ന സമയത്ത് അതിനെ പ്രോപ്പർ ആയിട്ട് ലെവറേജ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുക. അതിനെ എന്ത് ചെയ്യുക, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഏത് ടൂൾ ആണെന്നുണ്ടെങ്കിലും അതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പഠിക്കുക, നമ്മൾ ജോബിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കുക. നോർമലി ഒരാൾ യൂസ് ചെയ്യുന്ന ഇപ്പൊ എ ടൂൾ യൂസ് ചെയ്യാത്ത ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ എ ടൂൾ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് 10x ബെറ്റർ ആയിട്ടും അല്ലെങ്കിൽ 100x ബെറ്റർ ആയിട്ടും അയാളെക്കാട്ടിലും വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, സോ ദിസ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്ലൈഡ്. ഞാൻ ഇവിടെ കുറച്ച് ഇമേജസുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ വേണ്ടി ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഇമേജുകൾ ഉണ്ട്. ഇന്നിപ്പോ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഓർ ഫേസ്ബുക്ക് വാട്ടെവർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ AI ജനറേറ്റഡ് ഇമേജുകളാണ്. വന്ന് നമുക്ക് ഏതാണ് റിയലി അല്ലെങ്കിൽ ഏതാണ് ഫേക്ക് എന്നുള്ളത് വരെ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു ഗാന്ധിജി സെൽഫി എടുക്കുന്ന ഒരു ഇമേജ് ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും ഗാന്ധിന്റെ കാലത്ത് അത്രയും ക്വാളിറ്റിയിൽ ഇമേജ് ഇല്ല. സോ ഇത് കംപ്ലീറ്റ്ലി AI ജനറേറ്റഡ് ആണ്. ആൻഡ് ആൾസോ സ്റ്റീവ് ജോബ്സ് വരുന്നുണ്ട്, ഇലോൺ മാസ്ക് വരുന്നുണ്ട്, ആൻഡ് ആൾസോ സൂപ്പർമാൻ സൈക്കിൾ ചവിട്ടി പോകുന്ന ഇമേജുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കൊടുത്ത് കാണാൻ പറ്റും. ഞാനൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ഓപ്പൺ ഐന്റെ നെക്സ്റ്റ് മോഡൽ ആയിട്ടുള്ള സൊറ എന്ന് പറയുന്ന ഒരു വീഡിയോ ജനറേറ്റ് വരുന്നുണ്ട്. പക്ഷെ ഇതുവരെ മാർക്കറ്റിലേക്ക് അവർ റിലീസ് ചെയ്തിട്ടില്ല. ഡ്യൂ ടു സം കണ്ടീഷൻസ് അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാണ്. നിലവിൽ ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ. നമ്മളിപ്പോൾ ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ടെക്സ്റ്റ് കൊടുത്താൽ നമുക്ക് ടെക്സ്റ്റ് തിരിച്ചു കിട്ടും. പക്ഷെ സൊറ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ടെക്സ്റ്റ് കൊടുത്താൽ വീഡിയോസ് ഔട്ട് കിട്ടും എന്നുള്ള രീതിയിലാണ് സൊറ പറഞ്ഞിട്ടുള്ളത്.
സോ ഈ വീഡിയോ കംപ്ലീറ്റ്ലി ജനറേറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ എഐന്റെ സൊറയാണ്. നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ജസ്റ്റ് യൂട്യൂബിൽ ഓപ്പൺ എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സൊറ നിർമ്മിച്ചെടുത്ത ഒരുപാട് വീഡിയോസുകൾ ഉണ്ടാവും. നമുക്ക് ആ വീഡിയോസുകളെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് പോലെ ഒരു സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വളരെ ഷോർട്ട് ആക്കി പറയുന്നത്. സോ ഈ ഒരു സ്ലൈഡിൽ ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഹ്യൂമൻസ് ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്ന, അതായത് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ജോബുകൾ അല്ലെങ്കിൽ ടാസ്കുകളെ എഐക്ക് വളരെ ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഗാന്ധിജിന്റെ സെൽഫി വരുന്നുണ്ട്, സെക്കൻഡ് വൺ നമുക്ക് സ്റ്റീവ് ജോബ്സ് വരുന്നുണ്ട്, തേർഡ് വൺ ഇലോൺ മസ്ക് വരുന്നുണ്ട്, ഫോർത്ത് വൺ നമ്മുടെ സൂപ്പർമാൻ വരുന്നുണ്ട്, ആൻഡ് ലാസ്റ്റ് വൺ കംപ്ലീറ്റ്ലി ഒരു വീഡിയോ തന്നെ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മാർക്കറ്റിൽ ഒരുപാട് എ ടൂൾസുകൾ അവൈലബിൾ ആണ് വീഡിയോസ് ചെയ്യാൻ. നമുക്ക് ലുമ ഡ്രീം മെഷീൻസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ സൊറ ലിമിറ്റഡ് ആക്സസ് മാത്രമേ നമുക്ക് പോലും ഇതുവരെ ആക്സസ് കിട്ടിയിട്ടില്ല. ആൻഡ് ആൾസോ അങ്ങനെ ഒരുപാട് ഇൻ വീഡിയോ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റ് കൊടുത്താൽ മാത്രം നമുക്ക് കംപ്ലീറ്റ്ലി വീഡിയോസ് അടക്കം, ഈവൻ നമ്മൾ വോയിസ് വരെ കൊടുക്കേണ്ട, അതും എ യൂസ് ചെയ്തിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ടൂൾസുകൾ വരുന്നുണ്ട്. ഞാൻ ഈ സ്ലൈഡിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ സെഷനിൽ എത്തുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. ഓക്കെ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസന്റ് മെഷീൻസ്? സോ നമുക്കറിയാം, മുന്നത്തെ കാലത്തൊക്കെ നമ്മൾ മെഷീൻസിനെ ഹ്യൂമൻസ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്നായിരുന്നു മെഷീൻസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പാസ്റ്റ്, അതായത് ഇപ്പൊ നമുക്ക് കാൽക്കുലേറ്റേഴ്സ് ഒക്കെ നമുക്കൊരു എക്സാമ്പിൾ ആണ്. എന്താണ് ഹ്യൂമൻസ് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ, അതിനെ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അന്നത്തെ മെഷീൻസിന്റെ ആകെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് നോക്കിയാൽ കണ്ടു, മെഷീൻസ് പൊസസ് ദ എബിലിറ്റി ടു തിങ്ക് ആൻഡ് ലേൺ ലൈക്ക് ഹ്യൂമൻസ്. മനുഷ്യന്മാർ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്, ആ രീതിയിൽ തന്നെ ഇന്നത്തെ മെഷീൻസുകൾക്കും ചെയ്യാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾ ആണ് നമുക്കറിയാം ChatGPT, ക്ലോഡ് AI, ജെമിനായ്, മിഡ്ജേണി, അത്തരത്തിൽ എ ടൂൾസിനാണ് നമ്മൾ ജനറേറ്റീവ് എ എന്ന് പറയുന്നത്. സോ അതിന് തന്നെ നമ്മൾ ഇന്നത്തെ പേര് പറഞ്ഞത് വെച്ചാൽ എമർജൻസ് ഓഫ് ഇന്റലിജന്റ് മെഷീൻസ് അല്ലെങ്കിൽ ഇന്റലിജന്റ് ആസ് എ സർവീസ് എന്ന് പറയുന്നത്. നമുക്കിന്ന് വളരെ ഫ്രീ ആയിട്ട്, അതായത് ഏറ്റവും ലോ കോസ്റ്റിൽ നമുക്ക് ഇന്റലിജൻസ് സർവീസ് ആയിട്ട് കിട്ടുന്ന പറയും. നമുക്ക് കേട്ടിട്ടുണ്ട് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, അതേപോലെ പ്രൊഡക്റ്റ് ആസ് എ സർവീസ്. പക്ഷെ ഇന്നത്തെ ലോകം സംസാരിക്കുന്നത് എന്താ വെച്ചാൽ ഇന്റലിജന്റ്, അതായത് ബുദ്ധി നമുക്ക് പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ വളരെ ലോ കോസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ ChatGPT എക്സാമ്പിൾ ആണ്. നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്ക് ആൻസേഴ്സ് കിട്ടും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിൽ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് എമർജൻസ് ഓഫ് ഇന്റലിജന്റ് മെഷീൻസ് അല്ലെങ്കിൽ ഇന്റലിജന്റ് ആസ് എ സർവീസ് എന്നുള്ളത്. സോ ChatGPT പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ അറിയണം എന്താണ് ആ ChatGPT, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, മുന്നത്തെ സോഫ്റ്റ്വെയർസുകളും ഓർ മെഷീൻസുകളും ഇന്നത്തെ സോഫ്റ്റ്വെയർസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. സോ പാസ്റ്റിലെ സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ മാത്രമായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ട് പുതിയൊരു കാര്യം ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്ന. പക്ഷെ ഇന്നത്തെ മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ കണ്ടന്റ് ഓർ വീഡിയോ ഓർ ഇമേജ് ഓർ വാട്ട് എവർ ഇതെല്ലാം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എമർജൻസ് ഓഫ് ഇന്റലിജന്റ് മെഷീൻസ് അല്ലെങ്കിൽ ഇന്റലിജന്റ് ആസ് എ സർവീസ് എന്നുള്ള രീതിയിൽ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഈ വെബിനാറിന്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് തിയറി ആഡ് ചെയ്യുന്ന റീസൺ എന്താ വെച്ചാൽ ഇപ്പൊ എല്ലാവരും ChatGPTക്ക് ആക്സസ് കിട്ടുന്ന സമയത്ത് എല്ലാവർക്കും ഒന്ന് ChatGPTയിൽ ആക്സസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനായാലും നിങ്ങളായാലും അല്ലെങ്കിൽ ലോകത്തിൽ ആരായാലും ChatGPTയിലേക്ക് ആക്സസ് ഉണ്ട്. പക്ഷെ ഇതിനെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും നല്ല രീതിയിൽ ഔട്ട്കം കിട്ടുക. ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു യുദ്ധത്തിന് പോകുന്ന വിചാരിക്കാം. ഇപ്പോ എന്റെ കയ്യിലും നല്ല മൂർച്ചയുള്ള ഒരു വാൾ എന്നിട്ടുണ്ട്, നിങ്ങളെ കയ്യിലും നല്ലൊരു മൂർച്ചയുള്ള വാൾ എന്നിട്ട് വിചാരിക്കാം. ഓർ അങ്ങനെ വേണ്ട, ഒരു പേഴ്സൺ എന്റെ അടുത്ത് നല്ല മൂർച്ചയുള്ള വാൾ കൊടുത്തിട്ടുണ്ട്, പേഴ്സൺ ബിന്റെ അടുത്ത് നല്ല മൂർച്ചയുള്ള വാൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പേഴ്സൺ എ ഇതിനെ പ്രോപ്പർ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയില്ല. പക്ഷെ പേഴ്സൺ ബിന് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഇത് എങ്ങനെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യണം എന്നറിയാം. ഞാൻ ചോദിക്കട്ടെ, ആരായിരിക്കും സ്വാഭാവികമായിട്ടും ആ ഒരു യുദ്ധത്തിൽ ജയിക്കുന്നുണ്ടാവുക? ഓഫ് കോഴ്സ് ബി ആയിരിക്കും. ആസ് എൻ ഇൻഡിവിജ്വൽ വിന്നർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സൺ ബി ആയിരിക്കും വിജയിക്കുന്നുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ ആ മൂർച്ചയുള്ള വാളിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ അറിയണം. വെറുതെ മൂർച്ചയുള്ള വാൾ കിട്ടിയിട്ട് നമുക്കൊരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ജയിക്കാൻ പറ്റില്ല. അതേപോലെയാണ് നമ്മൾ ChatGPT ഓർ AI ടൂൾസിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത്തരത്തിലുള്ള ടൂൾസുകൾ ആക്സസ് കിട്ടുന്ന സമയത്ത് ആരാണോ അതിനെ പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ ലെവറേജ് ചെയ്യുന്നത് അവർക്ക് മാത്രമായിരിക്കും ലോകത്തിൽ ഇനി വരുന്ന പുതിയ ഓപ്പർച്യൂണിറ്റീസുകളെ നേരത്തെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക. സോ ആ ഒരു പോയിന്റ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഇങ്ങനത്തെ ടൂൾസിലേക്ക് ആക്സസ് ഉണ്ട്. പക്ഷെ അവിടെ നിങ്ങൾ വ്യത്യസ്തമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അറിയണം, ഓരോ AI ടൂൾസിനെയും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം, ഓരോ AI ടൂൾസിലും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നും പ്രോപ്പർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ചെയ്യുന്ന ഏതൊരു ജോലിയും 10x ഫാസ്റ്റർ ആക്കാൻ പറ്റുക. ആൻഡ് ഓൾസോ പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ മറ്റുള്ളവരെക്കാട്ടിലും നേരത്തെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക. സോ ഇതാണ് മുന്നത്തെയും അതേപോലെ ഇപ്പോഴത്തെയും മെഷീൻസുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ ഓക്കെ ഫൈൻ. ഈ ഒരു സ്ലൈഡ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ChatGPTയിലേക്ക് പ്രവേശിക്കാം, എങ്ങനെയാണ് അതിന്റെ ഇന്റർഫേസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത്. സാം ആൽട്ട്മാൻ അറിയും? ജസ്റ്റ് ഒന്ന് കമന്റിൽ യെസ് ചെയ്യാൻ പറ്റും അറിയുന്നുണ്ടെങ്കിൽ, ആരാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നത്തെ യെസ് യെസ് അറിയാം. ഓക്കെ, ആരാണെന്ന് പറയാൻ പറ്റൂ? എനിവൺ? ഹു ഈസ് സാം ആൽട്ട്മാൻ? യെസ്, ഓപ്പൺ ആയി
യെസ് ഓപ്പൺ ഐ ഫൗണ്ടർ, യെസ് മുഹമ്മദ് അഫ്ല, ദാറ്റ്സ് റൈറ്റ് ആൻസർ. ഓപ്പൺ ഐ, അതായത് നമ്മളിപ്പോ ഇന്ന് യൂസ് ചെയ്യുന്ന ചാറ്റ് ജി പി ടിന്റെ പാറ്റന്റ് കമ്പനിയുടെ പേരാണ് ഓപ്പൺ ഐ എന്നുള്ളത്. ഓപ്പൺ ഐ പോലെ തന്നെ അവർക്ക് വേറെ, സോറി, ചാറ്റ് ജി പി ടി പോലെ തന്നെ അവർക്ക് വേറെ ഒരു പ്രൊഡക്റ്റ് ആണ് സൊറ എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് പ്രൊഡക്റ്റ് ഉണ്ട്. സോ ഓപ്പൺ ഐന്റെ സിഇഒ ഷാം ആൾട്ട്മാനി അവിടെ നോക്കിയാട്ടും നവംബർ 13, 2022 ആണ് ചാറ്റ് ജി പി ടി മാർക്കറ്റിലേക്ക് ആദ്യം റിലീസ് ആവുന്നത്. എന്നിട്ട് അവർ പറഞ്ഞത് വെച്ചാൽ ടുഡേ വി ലോഞ്ച് ചാറ്റ് ജി പി ടി ട്രോയ് ടോക്കിംഗ് വിത്ത് ഇറ്റ് ഹിയർ. അതായത് ട്വിറ്ററിലൂടെയാണ്, ഇപ്പോഴത്തെ എക്സിലൂടെ ട്വീറ്റ് ചെയ്തതാണ് സാം ആൾട്ട്മാൻ, കമ്പനിയുടെ സിഇഒ പറയാണ് ഞങ്ങൾ ഇന്ന് ചാറ്റ് ജി പി ടി റിലീസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതുമായിട്ട് ഇപ്പൊ ഇന്ററാക്ട് ചെയ്യാന്നുള്ളതാണ് നവംബർ 13, 2022 അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നത്. ദെൻ ഇവിടെ നോക്കുക, ഡിസംബർ 5, അതായത് നവംബർ 5 കഴിഞ്ഞ് നവംബർ 30 കഴിഞ്ഞിട്ട് ഡിസംബർ 5 ആകുമ്പോഴേക്കും പുതിയ വന്നൊരു ട്വീറ്റ് എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചാറ്റ് ജി പി ടി ഇസ് ദ ന്യൂ ഗൂഗിൾ. അതായത് ചാറ്റ് ജി പി ടി ആണ് പുതിയ ഗൂഗിൾ എന്ന് പറഞ്ഞത്. നിങ്ങൾ നോക്കുക, ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ട് 5 ദിവസം കൊണ്ട് അന്ന് വരെയുള്ള ഏറ്റവും ടോപ്പ് കമ്പനീനെ, അതായത് നമ്മളൊക്കെ ഇൻഫർമേഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗൂഗിൾ പോലുള്ള ഒരു ടോപ്പ് കമ്പനീനെ ഓൺ ദ സ്പോട്ടിൽ എന്ത് ചെയ്യാണ്, കോമ്പീറ്റ് ചെയ്യാണ്. വെറും 5 ദിവസമാണ് ആയിട്ടുള്ളത് മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്തിട്ട്, 5 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ ഇതിന് ആൾക്കാർ പറയാണ് ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞാൽ പുതിയ ഗൂഗിൾ ആണ്. അപ്പൊ നമുക്ക് നോക്കാൻ പറ്റും എന്തൊക്കെയോ ഒരു മാജിക് എബിലിറ്റി എന്തുണ്ട് ചാറ്റ് ജി പി ടിക്ക് ഉണ്ട്, അല്ലാണ്ട് ആൾക്കാർ വെറുതെ ട്വീറ്റ് ചെയ്യില്ലല്ലോ. ആ മാജിക് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വെബിനാറിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. വെറും 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേനാണ് ട്വിറ്ററിൽ ഈ ഒരു ട്വീറ്റ് വന്നത്, ചാറ്റ് ജി പി ടി ഇസ് ദ ന്യൂ ഗൂഗിൾ എന്നുള്ളത്. താഴെ ഞാനൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചാറ്റ് ജി പി ടി ടൈം ടു റീച്ച് 100 മില്യൺ മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സ് എന്ന രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി ഒന്നുമില്ല, നമ്മൾ കമ്പനി മാർക്കറ്റിലേക്ക് ഒരു പ്രോഡക്റ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ, അല്ലെങ്കിൽ ഇവിടെ കൊടുത്ത് കാണാൻ പറ്റും ഏറ്റവും കുറവ് സമയത്ത് കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിന് കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കണ്ടും ഊബർ 17 മന്ത്സ് ആണ് എടുത്തിട്ടുള്ളത്. അതായത് 5 ഇയറും 10 മന്ത്സും എന്ന് പറയും. 100 മില്യൺ ആക്റ്റീവ് യൂസേഴ്സ് ആവാൻ, അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ചെയ്യാൻ എടുത്തിട്ടുള്ളത്. ടെലഗ്രാം ആണെന്നുണ്ടെങ്കിൽ 61 മന്ത്സ്, സ്പോട്ടിഫൈ 54 മന്ത്സ്, പിൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 41 മന്ത്സ്, ഇൻസ്റ്റാഗ്രാം 13. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കുറഞ്ഞു കാണാൻ പറ്റും. ടിക്ടോക്ക് ആയിരുന്നു ഇതുവരെ ഏറ്റവും കുറവായിട്ട് സമയം എടുത്തിട്ടുണ്ടായിരുന്നത് 100 മില്യൺ ആക്റ്റീവ് യൂസേഴ്സ് വരാൻ, ആൻഡ് ദാറ്റ് ഈസ് 9 മന്ത്സ്. തൊട്ട് മുകളിൽ നിങ്ങൾ നോക്കുക, ചാറ്റ് ജി പി ടിക്ക് ആകെ 100 മില്യൺ യൂസേഴ്സ് എടുക്കാൻ എടുത്തിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ വെറും 2 മാസമാണ്, 2 മാസം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ട് 2 മാസം കൊണ്ട് 100 മില്യൺ യൂസേഴ്സ്, ലോക റെക്കോർഡാണത്. 2 മാസം കൊണ്ട് 100 മില്യൺ യൂസേഴ്സ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് എന്തോ ഒരു പ്രോപ്പർ ആയിട്ടില്ല, എന്തുണ്ട്, ഒരു മാജിക് പവർ ഉണ്ട് അല്ലേ. അതായത് നിലവിലുള്ള ഗൂഗിൾ പറഞ്ഞിട്ടുള്ള കമ്പനീനെ അവർ കോമ്പീറ്റ് ചെയ്യാണ്, ആൻഡ് ആൾസോ 2 മാസം കൊണ്ട് എന്ത് ചെയ്യാണ്, 100 മില്യൺ ആക്റ്റീവ് യൂസേഴ്സ് ആണ് ആ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. ആൻഡ് ദാറ്റ്സ് ദ പവർ ഓഫ് ചാറ്റ് ജി പി ടി ഓർ ജനറേറ്റീവ് എന്നുള്ളത്. അതെന്താണെന്നുള്ളത് നമുക്ക് ഈ വെബിനാറിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഓക്കെ ഫൈൻ, ഞാൻ എന്റെ സ്ലൈഡ് ഒന്ന് ചാറ്റ് ജി പി ടി ഓപ്പൺ ആക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് വിസിബിൾ ആണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യേ സോ എന്നുള്ളത്. യെസ്, ഓക്കെ, ഓക്കെ ഫൈൻ. സോ ഓൺ എ ഡെയിലി ബേസിസ് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? ഒന്ന് ജസ്റ്റ് യെസ് കമന്റ് ചെയ്യാൻ പറ്റും. ഓൺ എ ഡെയിലി ബേസിസ്, ഓരോ ദിവസം യൂസ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, യെസ്, ഓക്കെ ഫൈൻ, യെസ് യെസ്, ഓക്കെ, യെസ്, ഓരോ തംസ് വരുന്നുണ്ട്, ദാറ്റ്സ് ഫൈൻ. യെസ് യെസ്, ഓക്കെ ഫൈൻ ഫൈൻ. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ചാറ്റ് ജി പി ടി ഓൺ ഡെയിലി ബേസിസ് യൂസ് ചെയ്യാറുണ്ടെന്നുള്ള മനസ്സിലായിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ചാറ്റ് ജി പി ടിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ചാറ്റ് ജി പി ടിയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേറൊന്നും വേണ്ട. ജസ്റ്റ് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ചാറ്റ് ജി പി ടി എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് അക്കൗണ്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഞാൻ അതൊന്നും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോ നമുക്ക് ഒരു ഇന്റർഫേസ് എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ചാറ്റ് ജി പി ടിന്റെ ഇന്റർഫേസ് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഓൾറെഡി ഓപ്ഷൻസുകൾ വന്നിട്ടുണ്ട്. ക്രിയേറ്റ് റിനൈസൻസ് സ്റ്റൈൽ പെയിന്റിംഗ്, വാട്ട് ടു ഡു വിത്ത് കിഡ്സ് ആർട്ട്, അതേപോലെ ഫൺ ഫാക്ട്സ് അബൌട്ട് റോമൻ എംപയർ, അതേപോലെ എക്സ്പ്ലെയിൻ നോസ്റ്റാൾജിയ എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. അത് നമുക്കൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പ്രോംപ്റ്റ് ആയിട്ട് പോകും. ആൻഡ് ചാറ്റ് ജി പി ടി അതിന് നമുക്ക് നല്ലൊരു ആൻസർ ആയിട്ട് തിരിച്ചു തരും. സോ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എ ഐ സിസ്റ്റത്തിനോട് ചാറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് മനുഷ്യന്മാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മൾ എ ഐ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ജനറേറ്റീവ് ആയ ടൂളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ അതിന് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും മെസ്സേജ് ചാറ്റ് ജി പി ടി എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. നമുക്ക് എന്താണോ അല്ലെങ്കിൽ എന്ത് ടാസ്ക് ആണോ നമുക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കേണ്ടത് അത് കൊടുക്കാനുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്, മെസ്സേജ് ചാറ്റ് ജി പി ടി എന്ന രീതിയിൽ. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ബട്ടൺ വരുന്നുണ്ട്, അറ്റാച്ച് ഫയൽ എന്ന രീതിയിൽ. ആക്ച്വലി ആ ഫയൽ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ PDF അല്ലെങ്കിൽ ഇമേജോ
അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അറ്റാച്ച് ഫയൽ കൊടുത്തിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നേരിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ChatGPT ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ PDF ആണെന്നെങ്കിൽ PDF സമ്മറൈസ് ചെയ്യാൻ പറ്റും, ഇമേജ് കൊടുത്താൽ ഇമേജ് അനലൈസ് ചെയ്യും. അങ്ങനത്തെ ഓപ്ഷൻസുകളൊക്കെ ChatGPT അകത്തുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ChatGPT റിലീസ് ചെയ്യുന്ന സമയത്ത് ChatGPT ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് കൊടുത്താൽ തിരിച്ച് ടെക്സ്റ്റ് ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. പക്ഷെ ഇന്ന് റിലീസ് ചെയ്ത് ഏകദേശം 2 years ആയി. ഇന്ന് ഒരുപാട് അപ്ഡേറ്റ്സുകൾ ChatGPT വന്നിട്ടുണ്ട്. ഓൺ എ ഡെയിലി ബേസിസ് ഓപ്പൺ ആയി പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ കൊണ്ടുവരാറുണ്ട്. നിങ്ങൾ ഓപ്പൺ ആയിന്റെ ട്വിറ്റർ അക്കൗണ്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ വീക്കിലും പുതിയ അപ്ഡേറ്റ്സുകളാണ് നമ്മളെല്ലാം ഓപ്പൺ ആയി കൊണ്ടുവരാനുള്ളത്. സോ ഈ ഒരു ഓപ്ഷൻ, അതായത് അറ്റാച്ച് ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഒന്നും മുന്നേ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ChatGPT വെച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഇമേജുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റും, അതേപോലെ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യാൻ പറ്റും, അതേപോലെ നമുക്ക് PDF അനലൈസ് ചെയ്യാൻ പറ്റും, ഇമേജ് സമ്മറൈസ് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റ് അനലൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ChatGPT നമുക്കൊന്ന് ചെയ്തുതരും. സോ അതിലുള്ള ഓപ്ഷനാണ് അറ്റാച്ച് ഫയൽ. സോ നമുക്ക് ഇനി നേരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ChatGPT ഇന്റർഫേസിലേക്ക് കടക്കാം. സോ ഇതാണ് ഒരു മേജർ ഏരിയ എന്ന് പറയുന്നത്, ഹോം പേജ്. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഓരോ പ്ലഗിൻസ് ഉണ്ട്. അതായത് ChatGPT, വെബ് പൈലറ്റ്, സോഷ്യൽ മീഡിയ, എക്സ്പ്ലോർ GPTs എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് ഓരോ നമ്മൾ മുന്നേ ചാറ്റ് ചെയ്തിട്ടില്ല പ്രീവിയസ് ആയിട്ട് വരുന്ന ഓരോ ചാറ്റ് ഹിസ്റ്ററി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പ്രീവിയസ് 7 days, അതേപോലെ പ്രീവിയസ് 13 months, അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആക്ച്വലി നമ്മൾ ചെയ്യുന്ന ഓരോ ചാറ്റും ലെഫ്റ്റ് സൈഡിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇന്നൊരു ചാറ്റ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ അതിന്റെ ഫസ്റ്റ് പ്രോംപ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ChatGPT, ഹൗ ആർ യു? How are you? ഓക്കെ, സോ ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ കൊടുക്കുകയാണ്. ഞാൻ എന്റെ ആദ്യത്തെ പ്രോംപ്റ്റ് കൊടുക്കുന്നത് ഹായ് ChatGPT, ഹൗ ആർ യു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ChatGPT റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും ഹായ് ഷിബിൽ, ഐ ആം ഡൂയിങ് വെൽ, താങ്ക്സ് ഫോർ ആസ്കിങ്, ഹൗ അബൌട്ട് യു. ഒരു സിസ്റ്റത്തിനോട് ഞാൻ ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ എങ്ങനെ ഉണ്ട് ഇപ്പോൾ എന്നുള്ള രീതിയിൽ, സുഖമാണെന്ന് നമുക്ക് ചോദിക്കുന്ന പോലെ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഹായ് ഷിബിൽ, ഐ ആം ഡൂയിങ് വെൽ, താങ്ക്സ് ഫോർ ആസ്കിങ്, ഹൗ അബൌട്ട് യു എന്നുള്ളത്. ഓൺ ദ സ്പോട്ടിൽ നമുക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി കൊടുക്കുന്ന പ്രോംപ്റ്റിന് നമുക്കിവിടെ കാണാൻ പറ്റും ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ആദ്യം കാണാൻ പറ്റും ഒരു റീഡ് അലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ChatGPT റീസെന്റ് ആയിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള ഫീച്ചറാണ് റീഡ് അലൗഡ് എന്ന് പറയുന്നത്. അതായത് മുന്നേക്കെ നമ്മൾ ടെക്സ്റ്റ് കൊടുത്താൽ നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ നമ്മൾ വേണം അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വായിക്കാൻ. സോ നമുക്ക് റീഡ് അലൗഡ് എന്നുള്ള ജസ്റ്റ് ബട്ടൺ ഒന്ന് സെലക്ട് ചെയ്യാം. ഗ്രേറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ പറ്റും, അതായത് ആ മെഷീന് സൗണ്ട് കൊടുത്തിട്ട് ChatGPT എന്നുള്ള ഇതിനും സൗണ്ട് കൊടുത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം റിപ്ലൈ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ ആയിട്ട് ടെക്സ്റ്റ് കിട്ടും. ആൻഡ് നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡ് അലൗഡ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ChatGPT നമുക്ക് വായിച്ചു തരും. ഇങ്ങനെയാണ് ഓരോ ഫീച്ചേഴ്സുകളും ഇതിന് വരുന്നത്. നമുക്ക് ഇനി ഒരു ഇപ്പൊ നമ്മൾ കേട്ടിട്ടില്ലോ, ഞാൻ ജസ്റ്റ് അടുത്താണെങ്കിൽ നോക്കാം. ഓക്കെ, സോ ഈ ഒരു സൗണ്ട് നമുക്ക് ഇനി മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് നമുക്ക് ഇപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട്, അതായത് ഫ്രീ ആൻഡ് ആസ് വെൽ ആസ് പ്ലസ്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പനീസ് നമ്മൾ ഇതിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. സോ നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു വോയിസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇനി വായിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ റീഡ് അലൗഡ് എന്നുള്ള ജസ്റ്റ് ബട്ടൺ സെലക്ട് ചെയ്താൽ മതി. സെക്കൻഡ് ആണ് നമുക്ക് കോപ്പി വരുന്നത്. സോ ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു ആൻസർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ കോപ്പി ചെയ്യേണ്ട ആവശ്യം ഇല്ല. പകരം അതിനാണ് ഇവിടെ കോപ്പി എന്നിട്ടുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി ആ കണ്ടന്റ് കോപ്പി ആയിട്ടുണ്ട് ആൻഡ് ഓൾസോ പേസ്റ്റ് ആയിട്ടുണ്ട്. സോ ഇതിൽ സെക്കൻഡ് ബട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന ആൻസേഴ്സുകളെ കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, തേർഡ് വൺ ആണ് നമുക്ക് റീജനറേറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ടാസ്ക് കൊടുത്തു, ആ ടാസ്കിന് നമുക്ക് പറ്റിയിട്ടില്ല, അതായത് ഈ എക്സാമ്പിൾ എനിക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ആൻസർ എനിക്ക് പറ്റിയിട്ടില്ല, വേറെ ആൻസർ വേണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട് റീജനറേറ്റ്. ഓക്കെ, ഇപ്പൊ കണ്ടില്ല നിങ്ങൾക്ക് ആ ഒരു ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറെന്റ് ആയിട്ടില്ല. ഐ എം ഡൂയിങ് ഗ്രേറ്റ്, താങ്ക്സ് ഫോർ ആസ്കിങ് അബൌട്ട് ഷിവിൽ, ഹൗ ഡിഡ് യു വെബിനാർ ഗോ. അതായത് വെബിനാർ എങ്ങനെ ഉണ്ട് എന്നുള്ള രീതിയിൽ വരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഒന്നുമല്ല, തൊട്ട് മുന്നേ ഞാൻ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ChatGPT ഓൾറെഡി അറിയാം ഞാനിപ്പോൾ വെബിനാറിലാണ്. സോ അതുകൊണ്ട് തന്നെ വെബിനാർ എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഈവൻ എന്റെ ടൈം, അതിൽ വരുന്ന ടാസ്ക്, എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി ട്രെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഈ രീതിയിലാണ് നമുക്ക് ChatGPT ആൻസർ തരാം. സോ ഇനി നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ആൻസേഴ്സിൽ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹൈ ഷിബിൽ, ഐ എം ഡൂയിങ് വെൽ, താങ്ക്സ് ഫോർ ആസ്കിങ്, ഹൗ അബൌട്ട് യു. ഓക്കെ, സോ ഇനി നമുക്ക് അഗൈൻ ന്യൂയിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ നെക്സ്റ്റ് നമ്മളിപ്പോൾ പുതിയ റീജനറേറ്റ് ചെയ്തതിലേക്ക് പോകാം. അഗൈൻ നമുക്ക് ഇനിയും റീജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീജനറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറുകളെ ChatGPTക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ് റെസ്പോൺസ് ഓർ ബാഡ് റെസ്പോൺസ്. സോ ആക്ച്വലി എന്താ വെച്ചാൽ നെക്സ്റ്റ് ടൈമിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഹൈ ChatGPT, ഹൗ ആർ യു എന്നുള്ളതാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്.
നെക്സ്റ്റ് സേ ഫോർ എക്സാമ്പിൾ ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ആൾക്കാർ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഈ ഗുഡ് റെസ്പോൺസ് എന്ന രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ChatGPT ഓൾറെഡി സ്റ്റോർ ചെയ്തു. ഓക്കെ, നമുക്ക് Q&A സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം, ഞാൻ അതിലേക്ക് വരുന്നുള്ളൂ. ഓക്കെ, സോ നമുക്കിവിടെ ഗുഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി കിട്ടുന്ന റെസ്പോൺസുകളെ ഗുഡ് ആണെന്നുള്ള രീതിയിൽ ഇത് ചെയ്യാനാണ്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബാഡ് ആയി കഴിഞ്ഞാൽ ChatGPT ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെക്കും, ആ റെസ്പോണ്ട് ബാഡ് ആയിരുന്നു. സോ നെക്സ്റ്റ് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കാർക്ക് ഈ ആൻസർ എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല, കാരണം എനിക്ക് ഒരു യൂസർ അടുത്ത് നിന്ന് ബാഡ് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, GPT-4o അതേപോലെ 4o mini എന്നുള്ളത്. ആക്ച്വലി ഇത് ChatGPT റീസെന്റ് ആയിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള ഫീച്ചർ ആണ്. ഈ രണ്ട് ഫീച്ചറും GPT-o ആസ് വെൽ as GPT-4o mini എന്ന് പറയുന്നത്. ഇതിന്റെ ജസ്റ്റ് ഒരു കമ്പാരിസൺ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് GPT-4o കമ്പാരിസൺ വരുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫീച്ചർ, റെസ്പോണ്ട്, യൂസ് കേസസ്. GPT-4oയും 4o mini, അതായത് 4o എന്ന് പറഞ്ഞാൽ 4o ഒപ്റ്റിമൈസേഷൻ എന്നുള്ളതാണ് റീസെന്റ് ആയിട്ട് ChatGPT റിലീസ് ചെയ്തിട്ടുള്ള ഫീച്ചർ ആണ്. കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട, രണ്ട് വേർഷനാണ് ChatGPT നിലവിലുള്ളത്, ഒന്ന് 3.5 ആസ് വെൽ ആസ് 4. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3.5 യൂസ് ചെയ്യാം. ആൻഡ് ആസ് വെൽ ആസ് നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 എടുത്തിട്ട് മന്ത്ലി $20 per month കൊടുത്തിട്ട് എന്തെടുക്കാൻ പറ്റും, പെയ്ഡ് വേർഷൻ എടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ എപ്പോഴും പറയുള്ളൂ, നിങ്ങൾ പെയ്ഡ് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഓൺ ഡെയിലി ബേസിസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് 3.5 ഇനഫ് ആണെന്നുണ്ടെങ്കിൽ പെയ്ഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് ഓടിപ്പോയിട്ട് ChatGPT 4 വേർഷൻ എടുക്കും, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, അതിന്റെ ആവശ്യമില്ലായിരുന്നു, എനിക്ക് 3.5 മതിയായിരുന്നു എന്ന രീതിയിൽ പിന്നെ പേയ്മെന്റ് ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ 4o എന്ന് പറഞ്ഞാൽ നമുക്ക് ChatGPT ഒരു വേരിയന്റ് ആണ്. അതിന്റെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ടാസ്ക്, അതേപോലെ തന്നെ കണ്ടന്റ് ജനറേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് പറ്റും. 4o mini ആണെന്നുണ്ടെങ്കിൽ 4o കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ട് നമുക്ക് റെസ്പോൺസ് കിട്ടും. പക്ഷെ എന്താ വെച്ചാൽ ഓരോന്നിനും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ടാസ്കുകൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ChatGPT യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഈ GPT-4o അതേപോലെ തന്നെ GPT-4o mini എന്താണെന്നുള്ളത് പ്രോപ്പർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് നമുക്ക് ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ തരും, ഒന്ന് സാവധാനം അല്ലെങ്കിൽ ഇതാണ് നമുക്ക് സ്ലോലി അല്ലെങ്കിൽ സ്ലോ എന്നല്ല ഗുഡ് ആയിട്ട് ആൻസർ നൽകുന്നത്. 4o mini ആണ് നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിപ്ലൈ തരുന്നത്. സോ ആ രണ്ട് ഡിഫറൻറ്റും എന്താണെന്നുള്ളത് പ്രോപ്പർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഒരു സിമ്പിൾ പ്രോംപ്റ്റിൽ മനസ്സിലാക്കേണ്ടത്. ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസുകളാണ് അതിലുള്ളത്. റീഡ് അലൗഡ് ഉണ്ട്, അതേപോലെ കോപ്പി ഉണ്ട്, റീജനറേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഗുഡ് ആണോ റെസ്പോൺസ് ഓർ ബാഡ് ആണോ റെസ്പോൺസ് എന്നുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ആൻഡ് ആൾസോ നമുക്ക് മോഡൽസുകൾ ചേഞ്ച് ചെയ്യാനുണ്ട്. ഇപ്പൊ നമുക്ക് 4o വരുന്നത്, നമുക്ക് 4o mini ആണെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് പ്രോംപ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് അതിന്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഓൾറെഡി ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ഫീച്ചറുകൾ എത്ര ആൾക്കാരാണ് ഡെയിലി ബേസിസ് യൂസ് ചെയ്യാറുണ്ട്, അതായത് റീജനറേറ്റ്, കോപ്പി, അതേപോലെ തന്നെ അലൗഡ് ആൻഡ് ആൾസോ ഈ മോഡൽ സ്വിച്ചിങ്, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. നമ്മുടെ ഡെയിലി ബേസിസ് ഈ ഫീച്ചേഴ്സുകൾ ആർക്കൊക്കെ അറിയാം? അഫ്ലാഫിനോ? ഓക്കെ, അറിയാത്തവർ ഇപ്പൊ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അത് ഓക്കെ, ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് അറിയില്ല തോന്നുന്നുണ്ട്. ഓക്കെ, ഫൈൻ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ്, അതായത് നിങ്ങൾ ഏത് AI ടൂൾസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിലവിൽ അതിന്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ അതിന് ചെയ്യാൻ പറ്റും, എന്തൊക്കെ അതിന് ചെയ്യാൻ പറ്റില്ല. നിലവിൽ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ തരുന്ന സമയത്ത് എന്തൊക്കെ ഓപ്ഷൻസുകളാണ് അതിന്റെ അകത്ത് ഇല്ല എന്നുള്ളത് ഫസ്റ്റ് തിങ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ എന്തൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് സ്ട്രാറ്റജീസുകൾ യൂസ് ചെയ്തൊരു കാര്യമില്ല, ഫസ്റ്റ് നമ്മൾ ആ AI ടൂളിനെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഫൈൻ. ഓക്കെ, വി കാൺ ഫൈൻഡ് ദീസ് ഓപ്ഷൻസ് ഇൻ മൊബൈലിലേക്ക്. ഈ ഫീച്ചേഴ്സുകൾ അവൈലബിൾ ആയിട്ടില്ല, നിലവിൽ ലിമിറ്റഡ് ഫീച്ചേഴ്സ് മാത്രമേ നമ്മൾ മൊബൈലിൽ ഉണ്ടാകുള്ളൂ. ലാപ്ടോപ്പ് ഓർ വെബ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ ഫീച്ചേഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, ഫൈൻ. സോ നമുക്ക് ഇനി ഓരോ പ്രോംപ്റ്റ് സ്ട്രാറ്റജീസുകൾ നോക്കാം. ഓക്കെ, ഫൈൻ. ഓക്കെ, ഞാൻ എൻ്റെ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കോപ്പി ചെയ്യുന്നുണ്ട്. ദെൻ ഞാൻ ChatGPT ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ പ്രോംപ്റ്റ് എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത്. ഒന്ന് സൈഡ് ബാർ ക്ലോസ് ചെയ്യാനും അതേപോലെ തന്നെ പുതിയൊരു ചാറ്റ് എടുക്കാനും. സോ ഞാനിവിടെ പുതിയ ചാറ്റ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ എന്റെ പ്രോംപ്റ്റ് കോപ്പി ചെയ്യുന്നുണ്ട്. ലിസ്റ്റ് ഡിഫറെന്റ് വേസ് ഐ ക്യാൻ യൂസ് യു. ഞാൻ ChatGPT ചോദിക്കുകയാണ് എനിക്ക് എങ്ങനെയൊക്കെ നിന്നെ യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് ആൻസേഴ്സുകൾ ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നുകൂടി വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ചാറ്റ് ഇവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, സോ ഇതൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നും അതേപോലെ ആ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ ആദ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ലിസ്റ്റ് ഡിഫറെന്റ് വേസ് ഐ ക്യാൻ യൂസ് യു. ഞാൻ ChatGPT പറയാണ് എനിക്ക് അറിയണം എന്തൊക്കെ മെത്തേഡിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഡിഫറെന്റ് വേസിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ChatGPT ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ ആൻസർ നൽകുന്നുണ്ട്. യു ക്യാൻ യൂസ് മീ ഫോർ എ വെറൈറ്റി ഓഫ് ടാസ്ക്. ഹിയർ ആർ സം വേസ് ഐ ക്യാൻ അസിസ്റ്റ് യു. അതായത് എന്നെ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ട് എക്സാമ്പിൾസുകൾക്ക് ഓർ ടെസ്റ്റ് കേസുകൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ആൻസറിങ് ക്വസ്റ്റ്യൻസ്. അതായത് ജനറൽ നോളജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം.
ടെക് ആൻഡ് AI ഐ മീൻ ടെക്നോളജി ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. കറണ്ട് ഇവന്റ്സ്, നിലവിലെ ഇവന്റ്സുകൾ എന്തൊക്കെയാണ്, ഇപ്പൊ നിലവിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ആൻഡ് ആൾസോ കണ്ടന്റ് ക്രിയേഷൻ, ലേണിംഗ് ആൻഡ് ടീച്ചിങ്, ഐഡിയ ജനറേഷൻ, ലാംഗ്വേജ് അസിസ്റ്റൻസ്, പ്രൊഡക്ടിവിറ്റി, കോഡിംഗ് ആൻഡ് ടെക്നിക്കൽ ഹെൽപ്പ്, റിസർച്ച്, ക്രിയേറ്റീവ് പ്രോജക്ട്സ്, എന്റർടൈൻമെന്റ്, അങ്ങനെ 10 എക്സാമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. എന്തൊക്കെ മെത്തേഡിലാണ് എനിക്ക് ചാറ്റ് ജിപിറ്റിനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പ്രോംപ്റ്റ് ബെറ്റർ ആണ്, ഒന്ന് ചാറ്റ് ചെയ്യാൻ പറ്റും? ഈ പ്രോംപ്റ്റ് ബെറ്റർ ആണോ ഓർ ബാഡ് ആണ്? ബെറ്റർ ആണെന്ന് പറയുന്നുണ്ട് നിയാസ്. എനി അതർ ഒപ്പീനിയൻ? ഓക്കെ. സോ ഈ രീതിയിലാണ് നിങ്ങൾ പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഇത് റോങ് ആണ്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഒന്ന് ചാറ്റ് ജിപിറ്റി യൂസ് ചെയ്യുന്നത് സെയിം മെത്തേഡിലാണ്. യെസ്, ഒരാൾ പറഞ്ഞിട്ടുണ്ട് നോ എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഞാൻ വളരെ ഓപ്പൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എനിക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചാറ്റ് ജിപിറ്റിനെ. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് പ്രോംപ്റ്റ് സ്ട്രാറ്റജീസിന്റെ അല്ലെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, സോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തരാം. ഓക്കെ, സോ ഞാൻ ചാറ്റ് ജിപിറ്റി എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഇവിടെ കൊടുത്തത് എന്താ വെച്ചാൽ എന്റെ പേര് ഷിബിൽ പോത്തി, അതായത് ഞാൻ എന്നെ ജസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ കറന്റ് വർക്ക് ആസ് എ പ്രൊഡക്റ്റ് മാനേജർ ഓഫ് ടെക്നി. ഞാൻ നേരത്തെ പറഞ്ഞു ഇഡാപ്റ്റ് എന്താണ്, ടെക്നി എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ്സ് ദ സെക്കൻഡ് തിങ്. ഓക്കെ, സോ ടെക്നി എന്താണെന്നുള്ളത് ഐ മീൻ ചാറ്റ് ജിപിറ്റിക്ക് അറിയില്ല. സോ നമ്മൾ അഗെയിൻ പഠിപ്പിക്കണം. ഓക്കെ, ടെക്നി എന്ന് പറഞ്ഞാൽ എൻ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ഫോക്കസിംഗ് ഓൺ ടെക്നോളജി എഡ്യൂക്കേഷൻ ഇൻ മലയാളം. അതായത് മലയാളത്തിൽ ടെക്നോളജി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്, അതും ഓൺലൈൻ ആയിട്ട് കൊടുക്കുന്ന പ്ലാറ്റ്ഫോം ആണ് ടെക്നി. സോ ഞാൻ എന്റെ പേര് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഹസ്ബൻഡ് എന്റെ പൊസിഷൻ പറഞ്ഞിട്ടുണ്ട്, പ്രൊഡക്റ്റ് മാനേജർ ആണ്. പ്രൊഡക്റ്റ് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണ്, ടെക്നി പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റിന്റെ പ്രൊഡക്റ്റ് മാനേജർ ആണ്. ആൻഡ് ആൾസോ ടെക്നി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ചോദിക്കുകയാണ്, ലിസ്റ്റ് ഡിഫറെന്റ് വേസ് ഐ ക്യാൻ യൂസ് യു ഇൻ എ ടാബ് ഫോർമാറ്റ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഫോർമാറ്റ് എന്താണ്, വളരെ ബേസിക് ആയിട്ടുള്ള ഹെഡിങ് വരുന്നുണ്ട്, അതിന്റെ അകത്ത് പോയിന്റ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ വളരെ പ്ലെയിൻ ക്വസ്റ്റ്യൻ ആണ്. സോ ആ പ്ലെയിൻ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാറ്റുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. സോ ഞാൻ ആദ്യം എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തു, ആൻഡ് ആൾസോ എന്റെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള ഇൻട്രോഡ്യൂസ് ചെയ്തു, ആ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. ദെൻ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ എങ്ങനെയൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ആൾസോ എനിക്ക് വേണ്ടി ഫോർമാറ്റ് എന്താണ്, ഇറ്റ്സ് ടാബിൾ ഫോർമാറ്റ്. നമുക്കറിയാം ചാറ്റ് ജിപിറ്റിയോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഒരുപാട് ഡിഫറെന്റ് ഫോർമാറ്റ്സ് ഉണ്ട്. നമുക്ക് പാരഗ്രാഫ് ആക്കാം, ആർട്ടിക്കിൾ ആക്കാം, പോയിന്റ്സുകളാക്കാം, സമ്മറി ആക്കാം, ഡിഫറെന്റ് ആയിട്ടുള്ള ഫോർമാറ്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ ഒരു കോളം ഞാൻ ഈ ഒരു സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. സോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ള ആൻസർ നോക്കാൻ പറ്റും. ഹിയർ ഇസ് എ ടാബിൾ ലിസ്റ്റിംഗ് ഡിഫറെന്റ് വേസ് യു ക്യാൻ യൂസ് മീ ടൈലേർഡ് ടു യുവർ റോൾ ആസ് എ പ്രൊഡക്റ്റ് മാനേജർ അറ്റ് ടെക്കിനി. അതായത് ഇപ്പൊ ചാറ്റ് ജിപിറ്റി എന്ത് പഠിച്ചു, എന്റെ പേര് എന്താണെന്ന് പഠിച്ചു, എന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പഠിച്ചു, ആ പ്ലാറ്റ്ഫോം എന്താന്ന് പഠിച്ചു, അതേപോലെ തന്നെ ആ പ്രൊഡക്റ്റിന്റെ പേര് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് പ്രൊഡക്റ്റ് മാനേജർ അറ്റ് ടെക്കിനി, ടെക്കിനിന്റെ പ്രൊഡക്റ്റ് മാനേജർ ആണ് ഈ എന്നുള്ളത് എനിക്കറിയാം. സോ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഏരിയാസിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ടേബിൾ ഫോർമാറ്റിൽ നമുക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടു കണ്ടന്റ് ക്രിയേഷൻ. കണ്ടന്റ് ക്രിയേഷന്റെ അകത്ത് വരുന്ന ഒരുപാട് ടാസ്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ പ്രൊഡക്റ്റ് മാനേജർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് മാനേജ്മെന്റിനകത്ത് വരുന്ന ടാസ്കുകൾ കാണാൻ പറ്റും. പ്രൊഡക്റ്റ് മാനേജ്മെന്റ് നിങ്ങൾക്കറിയാം, പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡു വെൽ മാർക്കറ്റ് റിസർച്ച്. സോ മാർക്കറ്റ് റിസർച്ച് എങ്ങനെയൊക്കെയെന്നുള്ള വന്നിട്ടുണ്ട്. വെബിനാർസ് ആൻഡ് ഇവന്റ്സുകൾ, ലാംഗ്വേജ് അസിസ്റ്റൻസ്, ടെക്നിക്കൽ സപ്പോർട്ട്, ഓഡിയൻസ് എൻഗേജ്മെന്റ്, ഡാറ്റ അനാലിസിസ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, പ്രൊഡക്ടിവിറ്റി. സോ ഇത്രയും കാര്യങ്ങൾ ആസ് എ പ്രൊഡക്റ്റ് മാനേജർ എന്നുള്ള രീതിയിൽ നിന്നെ സഹായിക്കാൻ ഞാൻ റെഡിയാണ് എന്നുള്ളതാണ് ഇവിടെ ചാറ്റ് ജിപിറ്റി നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഈ രീതിയിൽ ആരൊക്കെ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ചാറ്റിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് യെസ് ടൈപ്പ് ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്നുള്ള ടൈപ്പ് ചെയ്യാം. ഓക്കെ, യെസ്, നോ, നിശാന നോ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് സ്ട്രാറ്റജി. അതായത് നിങ്ങൾ ഏത് എ ടൂൾസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, എ ടൂൾ നമ്മൾ പഠിപ്പിക്കണം. ഇപ്പൊ ഏത് എ ടൂൾ ആയാലും നമ്മൾ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയാറുള്ളത് എ ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇന്റേണിനെ പോലെ എന്നാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഒരു നല്ലൊരു ഇന്റേൺ ഉണ്ട്, നല്ല എബിലിറ്റിയിൽ ഒരു ഇന്റേൺ ഉണ്ട്. പക്ഷെ ആ ഇന്റേണിനെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ വെറുതെ ഒരു ടാസ്ക് കൊടുത്തിട്ട് ഇന്റേനോട് പറയാണ് ഏത് ചെയ്യണം, എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ കിട്ടണം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഇന്റേൺ മിസ്റ്റേക്സ് വരുത്തുന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താ വെച്ചാൽ ടാസ്ക് എന്താണെന്നുള്ളത് പ്രോപ്പർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. മുന്നത്തെ ആ ടാസ്ക് ചെയ്തതിൽ എന്തെങ്കിലും ഡാറ്റാസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. ആൻഡ് ആൾസോ പുതിയ വരുന്ന ഒരാൾക്ക് നമ്മൾ എന്തായാലും നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കണം, അല്ലെ? കമ്പനിയിലേക്ക് ഏതൊരാൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കമ്പനിക്ക് ട്രെയിനിങ് കൊടുക്കണം. സെയിം തിങ് ഈസ് നമുക്ക് എന്ത് ചെയ്യാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ടൂൾസുകളെ നമ്മൾ പഠിപ്പിക്കണം. അതായത് എന്താണ് നമ്മുടെ ടാസ്ക്, എന്തൊക്കെ കാര്യത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ആൻഡ് ആൾസോ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസുകൾ എന്തൊക്കെയാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്റെ പേര്, എന്റെ പൊസിഷൻ, ഏതാണ് പ്രൊഡക്റ്റ്,
നിലവിൽ ആ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത്. ഇപ്പൊ ഞാൻ പറയാണ്, ഇവിടെ ടെക്കിനി എന്നുള്ള പ്രൊഡക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇത്ര പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ചാറ്റ്ജിപിടിക്ക് അറിയില്ല ഈ ടെക്കിനി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടെക്കിനി എന്നുള്ള പ്രൊഡക്റ്റ് ഇന്നതാണ്, ഇപ്പൊ മലയാളത്തിൽ ടെക്നോളജി പഠിപ്പിക്കുന്ന പ്ലാറ്റ്ഫോം ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്താൽ ബാക്കി ചാറ്റ്ജിപിടി അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് ഓരോ ആൻസേഴ്സുകളായിട്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസേഴ്സുകൾ ചെയ്യും. ഇപ്പൊ ഞാൻ ഇവിടെ ടേബിൾ ഫോർമാറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ രീതിയിൽ ഫോർമാറ്റ് കൊടുക്കേണ്ട ഒരു ബെസ്റ്റ് ഐ മീൻ ഡിഫറെന്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം. എങ്ങനെയൊക്കെയാണ് സ്ട്രാറ്റജീസുകൾ ബിൽഡ് ചെയ്യല്, അതേപോലെ തന്നെ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ നോക്കിയിട്ടുള്ളത്. സോ ഞാൻ ഫസ്റ്റ് കൊടുത്തുള്ള പ്രോംപ്റ്റ് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ചാറ്റ്ജിപിടിനെ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമ്മളെ മനസ്സിലാക്കി നമ്മൾ എന്താണെന്നുള്ള പറഞ്ഞു കൊടുത്തു, പ്രോഡക്റ്റ് എന്താണെന്നുള്ള പറഞ്ഞു കൊടുത്തു, ആൻഡ് ആ പ്രോഡക്റ്റ് എന്താ ചെയ്യുന്നതെന്നുള്ള പറഞ്ഞു കൊടുത്തു. ആൻഡ് ആൾസോ എനിക്ക് വേണ്ട ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ടേബിൾ ഫോർമാറ്റിലാണ്. സോ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് വേണ്ട ഫോർമാറ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ പ്രോംപ്റ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഫോർമാറ്റുകൾ ഉണ്ട്. നമ്മൾ ഈ പ്രോംപ്റ്റ് ഫോർമാറ്റ് കൊടുക്കാണ്ട് ചാറ്റ്ജിപിടിക്ക് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ ചാറ്റ്ജിപിടി എല്ലാം അസ്യൂം ചെയ്യാൻ തുടങ്ങും. അതായത് ഓക്കെ ഇന്നൊരാൾക്ക് വേണ്ടത് ഇന്ന ഫോർമാറ്റിലാണ്, ചിലപ്പോൾ പാരഗ്രാഫിലാണ്, അങ്ങനെ ഓൾറെഡി ട്രെയിൻ ചെയ്തിട്ടുള്ള ഡാറ്റ ബേസ് ചെയ്തിട്ടായിരിക്കും ചാറ്റ്ജിപിടി നമുക്ക് നൽകുന്ന ആൻസേഴ്സുകൾ ഉണ്ടാവും. സോ എപ്പോഴും നിങ്ങളെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിലേക്ക് ചാറ്റ്ജിപിടിനെ എപ്പോഴും ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക. ഓക്കെ, സോ ഈ രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യെസ് കമന്റ് ചെയ്യാം. നേരത്തെ 2 ആൾക്കാർ മാത്രമേ ടൈപ്പ് ചെയ്തുള്ളൂ. എന്താണ് ലൈക്ക് റിമൈനിങ് ആൾക്കാരുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ യൂസ് ചെയ്യാറുണ്ടോ എന്നുള്ളത്. ചാറ്റ് ഓൺ ആക്കി ചാറ്റിലൂടെ മാത്രം ചാറ്റ് ചെയ്യാം, മൈക്ക് ഓൺ ആക്കരുത്. ഓക്കെ, യെസ്, നോ. അർഷാദ് പറഞ്ഞിട്ടുണ്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഷഹീം പറഞ്ഞിട്ടുണ്ട് നോ ആൻഡ് ഗുഡ്. ഓക്കെ, നോ. ആൻഡ് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ ആൻസേഴ്സ് ഈസ് നോ, റൈറ്റ്. ഓക്കെ, കുറച്ച് ആൾക്കാർ, ഫ്യൂ ആൾക്കാർ മാത്രം യെസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോ നോ നോ. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്ട്രാറ്റജി. നമ്മൾ ചാറ്റ്ജിപിടി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, നിലവിൽ നമ്മുടെ റോൾ എന്താണ്, എന്ത് ടാസ്കിലേക്കാണ് നിങ്ങൾ ചാറ്റ്ജിപിടിനെ യൂസ് ചെയ്യുന്നതെന്നുള്ളതും പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. നമ്മൾ ഇന്നത്തെ വെബിനാറിൽ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് കാര്യമാണ് ചാറ്റ്ജിപിടിക്ക് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, സോ ഞാൻ ഇവിടെ ഓൾറെഡി ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് വെബ്സൈറ്റ് റീഡ് ചെയ്യുന്ന ഒരാളാണ്. ഓൺ എ ഡെയിലി ബേസിസ് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് സ്ഥിരമായിട്ട് ഞാൻ ഇഷ്ടംപോലെ വെബ്സൈറ്റുകൾ വായിക്കാറുണ്ട്. സോ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഫോബ്സ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട് ഫോബ്സ്. സോ ഓക്കെ, സോ നമ്മുടെ ഫോബ്സിന്റെ ഒരു നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കാണാൻ പറ്റും. ആഡ് കാരണം ഇവിടെ ടോട്ടലി ആഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്രോപ്പർ ആയിട്ട് കാണുന്നില്ല. സോ ഇതാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ആർട്ടിക്കിൾ. നമ്മൾ സെക്കൻഡ് എക്സാമ്പിൾ ആണ് പോകുന്നത്. സെപ്റ്റംബർ 1 ഈ ഒരു ആർട്ടിക്കിൾ റിലീസ് ചെയ്തിട്ടുള്ളത് ഫോബ്സ് എന്നുള്ളത്. ഫസ്റ്റ് കേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ചാറ്റ്ജിപിടിക്ക് സിമ്പിൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഒരു വെബ്സൈറ്റിലെ കണ്ടന്റ് സമ്മറൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ ഞാൻ ഓൾറെഡി ഒരു വെബ്സൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ടോപ്പ് 10 ഹയസ്റ്റ് പേയിങ് ഫാസ്റ്റ് ഗ്രോയിങ് ജോബ്സ് AI വോണ്ട് റീപ്ലേസ് ഇൻ 2024. അതായത് 2024 AI റീപ്ലേസ് ചെയ്യാത്ത 10 ഹയസ്റ്റ് പേയിങ് ജോബ്സ്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം. എനിക്ക് നോക്കിയാൽ പറ്റും എല്ലാ വെബ്സൈറ്റിലും നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. എല്ലാ സൈഡിലും ആഡ് ആയിരിക്കും. അവസാനം നമുക്ക് കണ്ടന്റ് എവിടെയാണെന്നുള്ളത് പോലും ഇതിന് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവില്ല. കാരണം ഒരുപാട് ആഡ്സ് വരും, നമ്മൾ അതിൽ അറിയാണ്ട് ക്ലിക്ക് ചെയ്ത് പോകും, പുതിയ വെബ്സൈറ്റിലേക്ക് പോകും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരാറുണ്ട്. സോ ഈ ഒരു പ്രശ്നത്തിൽ നമുക്ക് എങ്ങനെ AI ടൂൾസ് യൂസ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് വളരെ ഷോർട്ട് ടൈമിൽ എങ്ങനെ നമുക്ക് സമ്മറൈസ് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വെബ്സൈറ്റിൽ വരുന്ന കണ്ടന്റ്സുകൾ വരുന്നുണ്ട്. 10 ജോബ്സുകളാണ് പറഞ്ഞിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റീപ്ലേസ് ചെയ്യാത്ത. അതിനകത്ത് ഇഷ്ടംപോലെ ബാങ്ക് ആഡ്സ് വരുന്നുണ്ട്, വീഡിയോ ആഡ്സ് വരുന്നുണ്ട്, സ്പോൺസേർഡ് കണ്ടന്റ് വരുന്നുണ്ട്. എനിക്ക് നോക്കിയാണ്ട് കണ്ടന്റിന്റെ ഇടയിലാണ് നമുക്ക് ആക്ച്വലി വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമുക്കത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇത് വായിക്കണം എന്നുണ്ടെങ്കിൽ. എവിടെയാണ് കണ്ടന്റ് എന്നില്ല അറിയാൻ പറ്റില്ല. ആൻഡ് ആൾസോ 3 ടിപ്സ് ടു സ്റ്റേ AI പ്രൂഫ് ഇൻ ദ ജോബ് മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അഗെയിൻ കണ്ടന്റ് വരുന്നുണ്ട്, വീണ്ടും ആഡ് വരുന്നുണ്ട്, അതേപോലെ ഫൈനൽ വേർഡ് വരുന്നുണ്ട്. ഇതിലൊക്കെ നമ്മൾ ജസ്റ്റ് അറിയാതെ ഈവൻ സെലക്ട് ചെയ്താൽ പോലും നമ്മൾ വേറെ വെബ്സൈറ്റിലേക്ക് പോകും. പിന്നെ അവിടുന്ന് കുറെ ലോഗിൻ ചെയ്യേണ്ടി വരും. പിന്നെ അങ്ങനത്തെ കുറെ ഇഷ്യൂസുകളും കാര്യങ്ങളൊക്കെ വരും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് വായിക്കുന്ന വെബ്സൈറ്റുകൾ വളരെ ഈസി ആയിട്ട് സമ്മറൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് അല്ലെങ്കിൽ ചാറ്റ്ജിപിടിന്റെ രണ്ടാമത്തെ ഹാക്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫൈൻ. സോ ഞാനിവിടെ ഓൾറെഡി വെബ്സൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. വെബ്സൈറ്റ് സമ്മറൈസേഷൻ നിങ്ങൾക്ക് നോക്കിയാണ്ടും ഞാൻ ഈ പ്രോംപ്റ്റ് ഓൾറെഡി കോപ്പി ചെയ്യുന്നുണ്ട്. ദെൻ ചാറ്റ്ജിപിടി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അഗെയിൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ചാറ്റ് എടുക്കാം. പുതിയ ചാറ്റ് എടുത്തില്ലാന്നെങ്കിൽ പ്രോബ്ലം ഇല്ല. സോ ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ചാറ്റ്ജിപിടിക്ക് ഈ രീതിയിലൊരു എബിലിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഞാൻ കൊടുത്തുള്ള പ്രോംപ്റ്റ് സിമ്പിൾ ആണ്. സമ്മറൈസ് ദിസ് വെബ്സൈറ്റ് ലിങ്ക് ആൻഡ് മേക്ക് ഇറ്റ് 10 മേജർ പോയിന്റ്സ്. എനിക്ക് ആ വെബ്സൈറ്റ് ഇരുന്ന് വായിക്കാനുള്ള ഒരു സമയമില്ല. എനിക്ക് 10 പോയിന്റ് ആക്കിയിട്ട് സിമ്പിൾ ആക്കിയിട്ട് തരണം എന്നുള്ളതാണ് ഞാൻ കൊടുക്കുന്ന പ്രോംപ്റ്റ്. നമുക്ക് ജസ്റ്റ് എൻ്റർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ it seems I couldn't access the specific page directly. However, I can summarize the topic of the high paying jobs that are currently decided from AI based on general knowledge. അതായത് ചാറ്റ്ജിപിടി പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഒരു വെബ്സൈറ്റിൽ ലിങ്ക് തന്നാൽ എനിക്ക് സമ്മറൈസ് ചെയ്തു തരാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു എബിലിറ്റി എനിക്ക് നിലവിലില്ല.
പകരം വേണമെന്നുണ്ടെങ്കിൽ നിലവിൽ 10 ഹയസ്റ്റ് പെയിങ് ജോബ്സ്, അതായത് എ റീപ്ലേസ് ചെയ്യാത്ത ഹയസ്റ്റ് പെയിങ് ജോബ്സ് ഏതൊക്കെയെന്നുള്ളത് എന്റെ ഡാറ്റയിൽ നിന്ന് ഞാൻ എടുത്തു തരാന്നുള്ളതാണ് പറയുന്നത്. സോ അത്തരത്തിലുള്ള കേസുകൾക്ക് നമുക്ക് വെബ്സൈറ്റിന്റെ ലിങ്ക് ഒരു എ ടൂളിനെ യൂസ് ചെയ്തിട്ട് സമറൈസ് ചെയ്യാൻ പറ്റും. ഐ മീൻസ് ചാറ്റ്ജിപിടിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ടൂളാണ് പെർപ്ലസിറ്റി. ദിസ് ഇസ് ദ നെക്സ്റ്റ് എ ടൂൾസ്. ഓക്കെ, ഇതിൽ എത്ര ആൾക്കാർ പെർപ്ലസിറ്റി ഓൺ ഡെയിലി ബേസിസ് യൂസ് ചെയ്യാറുണ്ട്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ലിസ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റും. പെർപ്ലസിറ്റി. ഇർഫാന saying no. Okay. Okay, no. ഓക്കെ ഫൈൻ. ഓക്കെ, എന്നാ ഞാൻ ജസ്റ്റ് നേരെ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, നോ, ഒരുപാട് നോ വരുന്നുണ്ട്. ഓക്കെ ഫൈൻ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഓൾറെഡി സമ്മറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് സമ്മറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ പറ്റും ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ് ഉള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സോഴ്സസ്, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റ് അല്ലാണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സോഴ്സസുകൾ ഈ ഓൾറെഡി എ ടൂൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടന്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡിഫറെന്റ് ആയിട്ടുള്ള സോഴ്സസ് വരുന്നുണ്ട്. 1, 2, 3, 4. നമുക്കിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് എടുത്തിട്ടുള്ള എല്ലാ ഡാറ്റാസുകളും, അതായത് നിലവിൽ നമ്മൾ കൊടുത്ത ഡാറ്റാസിനനുസരിച്ചിട്ടുള്ള എല്ലാ ഡിഫറെന്റ് സോഴ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഏകദേശം 8 സോഴ്സുകളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആ 8 സോഴ്സിൽ നിന്നും എടുത്തിട്ടുള്ള ഡാറ്റാസുകളെ സമ്മറൈസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ ആൻസർ നൽകിയിട്ടുള്ളത്. സോ നമുക്കിവിടെ കാണാൻ പറ്റും ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കറക്റ്റ് 10 പോയിന്റുകളാക്കിയിട്ട് നമുക്കിവിടെ ആൻസർ ആക്കി എത്തിയിട്ടുണ്ട്. 1 ഹൈ പെയിങ് ജോബ്സ് ഏതൊക്കെയാണെന്നുള്ളത്, നൈസ്, അതേപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ജോബ് റോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. സോ ഈ രീതിയിൽ ഏതൊരു വെബ്സൈറ്റിലും നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് സമ്മറൈസ് ചെയ്യാൻ പറ്റും. ആഡ് നമ്മൾ കാണേണ്ട ആവശ്യമില്ല, അതേപോലെ തന്നെ വീഡിയോ ആഡ്സിന്റെ പ്രശ്നമില്ല, കണ്ടന്റ് എവിടേക്ക് കൊടുക്കുന്നില്ല പ്രശ്നമില്ല, അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. സോ ഇപ്പൊ ഞാനിവിടെ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റിനെ 10 മേജർ പോയിന്റ് ആക്കി കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ആർട്ടിക്കിളിലേക്ക് മാറ്റാം, അതേപോലെ തന്നെ 2 പാരഗ്രാഫിലേക്ക് സമ്മറൈസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു യൂട്യൂബ് വീഡിയോന്റെ ആർട്ടിക്കിളിലേക്ക് മാറ്റാം. അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പറ്റും. വളരെ ഈസി ആയിട്ട് ഒരു ആർട്ടിക്കിളിനെ സമ്മറൈസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഒരു കാര്യം ഒരു എ ടൂളിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു എ ടൂൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ രീതിയിൽ സമ്മറൈസ് ചെയ്യാൻ നോക്കണം. സോ പെർപ്ലസിറ്റി യൂസ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ടെന്നില്ല, നേരത്തെ ആകെ 2 ആൾക്കാർ ചാറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ആൾക്കാരെ എന്താണെന്നുള്ളത് പറഞ്ഞുതരൂ. പെർപ്ലസിറ്റി ഓൺ ഡെയിലി ബേസിസ് യൂസ് ചെയ്യാറുണ്ടോ ഇല്ല എന്നുള്ളത് ജസ്റ്റ് കമന്റ്. ഓക്കെ, നോ. ഓക്കെ, ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ആൻഡ് ചാറ്റ്ജിപിടി പോലെ തന്നെ നിങ്ങൾ കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ടൂളാണ് പെർപ്ലസിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ നോ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ദർ ഇസ് ഓൾറെഡി എനിക്ക് തോന്നുന്നു ഏകദേശം 1000ഓളം ടൂൾസുകൾ ഇന്ന് മാർക്കറ്റിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ആകെ അറിയുന്നത് ചാറ്റ്ജിപിടി മാത്രമാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഈവൻ ടെക്സ്റ്റ് ജനറേറ്റീവ് ടൂൾസ് ആയിട്ട് തന്നെ ഇഷ്ടം പോലെ ടൂൾസ് ഉണ്ട്. ചാറ്റ്ജിപിടി വരുന്നുണ്ട്, ഓപ്പൺ ആണ് വരുന്നത്. ഈ പബ്ലിസിറ്റി ആക്ച്വലി ആന്ത്രോപോയിക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിൻ്റെതാണ്. ആമസോൺ ഒക്കെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞത്. ആൻഡ് ഓൾസോ ക്ലൗഡ് വരുന്നുണ്ട്, പിന്നെ ഗൂഗിളിന്റെ ജെമിനായി വരുന്നുണ്ട്, മൈക്രോസോഫ്റ്റിന്റെ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള എന്താ പറയാ എഡ്ജ് വെർഷനിൽ അവർ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കോപ്പൈലറ്റ് എന്നാണ് അതിന്റെ പേര്. ഇതെല്ലാം ടെക്സ്റ്റ് ജനറേറ്റീവ് ടൂൾസ് ആണ്. ആൻഡ് ചിലതിൽ നമുക്ക് ടെക്സ്റ്റ് കൊടുത്തിട്ട് ഇമേജസുകളും ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ രീതിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെബ്സൈറ്റ് സമ്മറൈസ് ചെയ്യാൻ ഓൺ എ ഡെയിലി ബേസിസ് അപ്ഡേറ്റ് ചെയ്തിരിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് പെർപ്ലസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചാറ്റ്ജിപിടി നോക്കി. ചാറ്റ്ജിപിടി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു പ്രോംപ്റ്റ് കൊടുത്തു. ആ പ്രോംപ്റ്റിനെ എങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ട് പേഴ്സണലൈസ് ചെയ്യാൻ പഠിച്ചു. സെക്കൻഡ് നമ്മൾ സമ്മറൈസ് ചെയ്യാൻ പറഞ്ഞു. ചാറ്റ്ജിപിടി പറഞ്ഞു എനിക്കത് പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. സോ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ് പെർപ്ലസിറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ഈ 2 ടൂളാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള ടൂൾസുകൾ യൂസ് ചെയ്യാറില്ല എന്നാണ്. ചാറ്റ്ജിപിടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. സോ പെർപ്ലസിറ്റി എന്ന് പറഞ്ഞത് നിങ്ങൾ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യേണ്ട ഒരു ടൂളാണ്. നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ചാറ്റ്ജിപിടിയെ പോലെ തന്നെയാണ്. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുക പെർപ്ലസിറ്റി എന്നുള്ളത്. നിങ്ങൾക്ക് മെയിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഫ്രീ വെർഷനും അതേപോലെ തന്നെ പെയ്ഡ് വെർഷൻ ഉണ്ട്. ചാറ്റ്ജിപിടി പോലെ തന്നെ 2 വെർഷൻ ഉണ്ട്. പെയ്ഡ് വെർഷൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നോർമലി നിങ്ങളെ ടാസ്കിൽ ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം പെയ്ഡ് വെർഷനിലേക്ക് മൂവ് ചെയ്താൽ മതി. ഞാനൊക്കെ ഓൾറെഡി യൂസ് ചെയ്യുന്നത് ഫ്രീ വെർഷൻ ആണ്. ബട്ട് ചാറ്റ്ജിപിടി പെയ്ഡ് വെർഷൻ എന്റെ അടുത്തുണ്ട്, അതേപോലെ തന്നെ ക്ലൗഡിന്റെ വെർഷനും എന്റെ അടുത്തുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ടൂൾസുകൾ അവൈലബിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്ലൈഡ് സെക്ഷൻ മാത്രം കാണിച്ചു തരാം. നിലവിൽ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ടൂൾസുകളുടെ ലിസ്റ്റ് ഞാനൊന്ന് ഇവിടെ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. കാരണം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ടൂൾസുകളുടെ ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ടെക്സ്റ്റ് ജനറേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാറ്റ്ജിപിടി ദ ബെസ്റ്റ് ആണ്. അതേപോലെ ക്ലൗഡ് വരുന്നുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ആന്ത്രോപോയിക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് ക്ലൗഡ് വരുന്നത്. ആൻഡ് ജെമിനായി വരുന്നുണ്ട്. ജെമിനായി ആക്ച്വലി ഗൂഗിളിന്റെ പ്രൊഡക്റ്റ് ആണ് വരുന്നത്. പബ്ലിസിറ്റി ഇപ്പൊ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. കോപ്പൈലറ്റ് എന്ന് പറഞ്ഞത് മൈക്രോസോഫ്റ്റിന്റെ ആണ്. കോപ്പൈലറ്റ് ആക്ച്വലി
നമുക്ക് ഒരുപാട് ടാസ്കുകൾ കോപ്പൈലറ്റ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ആൻഡ് ആൾസോ സിംപ്ലിഫൈഡ് വരുന്നുണ്ട് ആൻഡ് കോപ്പി ഡോട്ടായി വരുന്നുണ്ട്. സോ ഇത്രയും ടെക്സ്റ്റ് ജനറേറ്റീവ് ടൂൾസുകളെ നിങ്ങൾ സ്ഥിരമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം പല ഡിഫറെന്റ് ടാസ്കുകൾ നമുക്ക് ഇത്തരത്തിലുള്ള ടൂൾസുകൾ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കണ്ടന്റ് ക്രിയേഷൻ ആണ് ഞാൻ പറയുന്നത്. തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇമേജ് ജനറേഷൻ. അതായത് നിങ്ങൾക്ക് മിഡ്ജേണി, നിങ്ങൾ ഒരു പക്ഷേ കേൾക്കാൻ ചാൻസ് കുറവായിരിക്കും മിഡ്ജേണി എന്നുള്ളത്. അതേപോലെ തന്നെ ഐഡിയോഗ്രാം വരുന്നുണ്ട്, ആൻഡ് ഡാലി വരുന്നുണ്ട്, സ്റ്റെബിലിറ്റി ആയി വരുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള വാട്സപ്പിനകത്ത് നിങ്ങൾ കാണാൻ പറ്റും മെറ്റായി എന്ന് പറഞ്ഞിട്ടില്ലേ, നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇമേജുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഇട്ടിട്ട് സമറൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ ലേറ്റസ്റ്റ് ന്യൂസുകൾ നോക്കാൻ പറ്റും. നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇമെയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൂൾ നമ്മുടെ വാട്സപ്പിനകത്ത് വന്നിട്ടുള്ള മെറ്റ ആയിരിക്കും. സോ ഈ ഒരു പേജ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങൾക്ക് കണ്ടന്റ് ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ടൂൾസ് യൂസ് ചെയ്യാം. അതിന്റെ ഓൾസോ ഇമേജ് ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ടൂൾ യൂസ് ചെയ്യാം. ഓഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഓഡിയോ രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുന്ന ഡിഫറെന്റ് പ്ലാറ്റ്ഫോമുകളാണ് ഇലവൻസ് ലാബ്. നിങ്ങൾക്ക് മലയാളത്തിലാണ് ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് നർക്കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സുനോ വോയിസ് ആയി എന്ന് പറഞ്ഞിട്ടുള്ളത് ദ ബെസ്റ്റ് ആയ ടൂൾസ് ആയിട്ട് ഇന്ന് മാർക്കറ്റിൽ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി സോങ് വരെ നിർമ്മിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൂൾസുകളാണ് സുനോ എന്ന് പറഞ്ഞത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന പാട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി നിർമ്മിച്ചിട്ടുള്ളത് സുനോ എ യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് വീഡിയോ ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ റൺവേ എം എൽ എന്നാണ് ഇതിന്റെ ആക്ച്വലി കംപ്ലീറ്റ് പേര് വരുന്നത്. ദെൻ സിന്തേഷ്യ, ഹെയ്ജൻ. ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും അവതാറുകളൊക്കെ. ഇപ്പോൾ എന്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ നേരെ ആ പ്ലാറ്റ്ഫോമിൽ കൊടുക്കും. ആ പ്ലാറ്റ്ഫോമിൽ കൊടുത്തതിന് ശേഷം ഞാൻ എന്റെ വോയിസും കൊടുത്ത് ട്രെയിൻ ചെയ്തതിനു ശേഷം ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്താൽ ഞാൻ തന്നെ പറയുന്ന രീതിയിലുള്ള വീഡിയോസുകൾ കംപ്ലീറ്റ്ലി ജനറേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. അങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളാണ് ഈ സിന്തേഷ്യ, അതേപോലെ തന്നെ ഹെയ്ജൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവതാറുകളെ, വീഡിയോ അവതാറുകളെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഈ ഹെയ്ജൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു പേജ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്ത് വെക്കാം, അതേപോലെ തന്നെ നോട്ട് ചെയ്ത് വെക്കാം. ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾ നിർബന്ധമായിട്ട് യൂസ് ചെയ്യേണ്ട ടൂൾസുകളുടെ ലിസ്റ്റ് ആണിത്. കണ്ടന്റ്, ഇമേജ്, ഓഡിയോ ആൻഡ് ആസ് വെൽ ആസ് വീഡിയോ. ഓക്കെ, സോ ദെൻ ഞാൻ നേരത്തെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. ലൈക്ക് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് സ്ട്രാറ്റജീസ് കൊടുത്തു. ഓക്കെ, സോ നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള സ്ട്രാറ്റജീസിൽ നമ്മൾ പഠിച്ചതാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ളത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മനസ്സിലാകുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസുകളെയാണ് നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയാം. നേരത്തെ നമ്മൾ പഠിച്ചു, നമ്മൾ എ സിസ്റ്റത്തിനോട് ചോദിക്കുന്ന ചോദ്യമാണ് പ്രോംപ്റ്റ് എന്നുള്ളത്. സോ അതിനെ നല്ല രീതിയിൽ നമുക്ക് എഞ്ചിനീയറിംഗ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞത്. സോ നമ്മൾ കാണാം ഇവിടെ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെയാണ് നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറയാം. ഓർ വട്ടവർ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെയാണ് പ്രോംപ്റ്റ് എന്ന് പറയാം. സോ ഈ ക്വസ്റ്റ്യൻസ് നേരെ പോകുന്നത് ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആണ്. ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ടെക്നിക്കൽ ടേം ആണ്. അതായത് ആക്ച്വലി ChatGPT, ജെമിനായി പോലുള്ള ജനറേറ്റീവ് ടൂൾസിലൊക്കെ വർക്ക് ചെയ്യുന്നതിന്റെ ബാക്കിലുള്ള ടെക്നോളജിയാണ് ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കും. സോ ആ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ത് ചെയ്യും, ആ ഇൻപുട്ടിനെ പ്രോപ്പർ ആയിട്ട് സമറൈസ് ചെയ്യും അല്ലെങ്കിൽ അനലൈസ് ചെയ്യും. ദെൻ എങ്ങനെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്തിട്ട് കിട്ടുന്നതാണ് ഈ പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. സോ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് രൂപത്തിൽ മാത്രം ഔട്ട്പുട്ട് കിട്ടുന്നതിനല്ല ആക്ച്വലി പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഇമേജുകൾ, നല്ല വീഡിയോസുകൾ, നല്ല ഓഡിയോസുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയർ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, സോ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് വരുന്ന ഫ്രെയിം വർക്ക് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ വരുന്ന ഫ്രെയിം വർക്ക്. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞത് ഒരു 100% ഒരു നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യാം. അതിൽ 25% എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ ടൂൾസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിലെ 25% വരുന്നത്. നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. വളരെ പ്ലെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പൺ ആക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ആദ്യം ചോദിച്ച പോലെ എനിക്ക് എങ്ങനെയൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഒരിക്കലും ചോദിക്കാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഈ 25% നമ്മളെ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ എങ്ങനെ പ്രോപ്പർ ആയിട്ട് നമ്മളെ ടാസ്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ വരുന്നത്. ദെൻ അഗെയിൻ നെക്സ്റ്റ് 50% എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റിംഗ് ടെക്നിക്സ് ആണ്. അതായത് ഞാൻ നെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത് ഒരു പ്രോംപ്റ്റിംഗ് ടെക്നിക് ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള റോൾസ് കൊടുക്കുക, ഔട്ട്പുട്ട് ഫോർമാറ്റ് തീരുമാനിക്കുക, കോൺടാക്ട്സ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഇതിൽ നോക്കാം. പ്രോംപ്റ്റിംഗ് ടെക്നിക്സുകൾ, അതായത് ഡിഫറെന്റ് സ്ട്രാറ്റജീസുകൾ ഓർ ഫ്രെയിം വർക്ക് വരുന്നുണ്ട് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ അകത്ത്. സോ 50% ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ പ്രോംപ്റ്റിംഗ് ടെക്നിക്സുകളാണ്. ഓക്കെ, ദെൻ റിമൈനിങ് 25% എന്ന് പറഞ്ഞാൽ റൈറ്റ് എ ടൂൾ ആണ്. അപ്പൊ നമ്മൾ വെബ്സൈറ്റ് സമറൈസ് ചെയ്ത സമയത്ത് ChatGPT പറഞ്ഞു എനിക്കത് പറ്റില്ല എന്നുള്ളത്. സോ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, വേറെ എ ടൂൾ എടുത്തിട്ടു അതിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് സമറൈസ് ചെയ്തിട്ടുള്ളത് അല്ലെ. സോ ഓരോ എ ടൂൾസിനും ഓരോ പർപ്പസ് ഉണ്ട്. ആ ഓരോന്നിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് നമ്മൾ അറിയാം. അങ്ങനെയാണ് നമ്മൾ റൈറ്റ് എ ടൂൾസ് യൂസ് ചെയ്യുക. ഇപ്പൊ നമുക്ക് ജോബിനകത്ത് വരുന്ന ഒരുപാട് ടാസ്കുകൾ ഉണ്ടാവും.
ആ ടാസ്കിന് നമുക്ക് ഏത് ആയിട്ടുള്ളതാണ് ബെറ്റർ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി മാത്രമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ചാറ്റ് ജി പി ടി മാത്രം യൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജോബിന്റെ അകത്ത് വരുന്ന എല്ലാ ടാസ്കും ചാറ്റ് ജി പി ടിക്ക് ഒരിക്കലും, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആയിട്ടും ഒരിക്കലും കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. സോ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾ ഈ ഒരു ഫ്രെയിം വർക്ക്, ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ പ്രോപ്പറായി മനസ്സിലാക്കുക. 25% നിങ്ങൾ എത്ര ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നോ അതായിരിക്കും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ വരിക. ആൻഡ് 50% പ്രോംപ്റ്റിംഗ് ടെക്നിക്സ് ആൻഡ് ദ റിമൈനിങ് 25% ഏത് ആയിട്ടുള്ളതാണ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ വരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബിഫോർ ദാറ്റ് ഞാൻ ജസ്റ്റ് ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ചാറ്റ് ജി പി ടിന്റെ ഫുൾ ഫോം അറിയുന്ന ആൾക്കാർ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യും. എത്ര പേർക്ക് അറിയാം ചാറ്റ് ജി പി ടിന്റെ ഫുൾ ഫോം ഓർ ജി പി ടിന്റെ ഫുൾ ഫോം? കമോൺ ഗൈസ്, എത്ര പേർക്ക് അറിയാം? യെസ് യെസ് എന്ന് പറഞ്ഞാൽ പോരാ, ഫുൾ ഫോം ടൈപ്പ് ചെയ്തിട്ട് കമന്റ് ചെയ്യും. ജനറേറ്റീവ് ടെക്സ്റ്റ്, നോ, ഫുൾ ആയിട്ടില്ല. യെസ് ജഹീൻ, ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. യെസ്, ഗ്രേറ്റ് ഗ്രേറ്റ് ജഹീൻ. ഓക്കെ, ഇർഷാദ് പറഞ്ഞിട്ടുണ്ട് ജനറേറ്റീവ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോമർ, റൈറ്റ്. ഓക്കെ ഫൈൻ. ഞാനത് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏത് എ ടൂൾസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇത് പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാന്നില്ല നമ്മൾ അറിയണം. സോ അതിന് ചാറ്റ് ജി പി ടിന്റെ ഫുൾ ഫോം നമ്മൾ ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം. ഇഷ്ടംപോലെ ആൾക്കാരാണ് ഡെയിലി ബേസിസ് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ജി പി ടി എന്നുള്ള ഈ വേരിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫോം എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സോ ഇതാണ് ചാറ്റ് ജി പി ടിന്റെ ഫുൾ ഫോം വരുന്നത്. ചാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വാട്സാപ്പിലൊക്കെ ചാറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചാറ്റ്, ഐ മീൻ കോൺവെർസേഷൻ എന്ന് പറയും. നമ്മൾ വാട്സാപ്പിൽ ഒരാളായിട്ട് ചാറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെ ചാറ്റ് എന്ന് പറയും. അതായത് നമ്മൾ അങ്ങോട്ട് ടെക്സ്റ്റ് അയക്കുക, ഇങ്ങോട്ട് ടെക്സ്റ്റ് അയക്കുക, ടെക്സ്റ്റ് എന്നല്ല വാട്ടെവർ നമുക്ക് ചാറ്റ് ചെയ്യുന്ന രീതിയിൽ വരുന്നതിനാണ് നമ്മൾ ചാറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ അത് തന്നെയാണ് ഇവിടുത്തെ ചാറ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ജി പി ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ജി ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ജനറേറ്റീവ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് കിട്ടുന്നത് ജനറേറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം എന്താ ചെയ്യുന്നത്, പുതിയ കാര്യം നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടാണ് തരുന്നത്. സോ അതാണ് ജി എന്ന് പറയുന്നത്, കേപ്പബിൾ ഓഫ് ജനറേറ്റിംഗ് ന്യൂ ഡാറ്റ സാമ്പിൾസ്. ഇപ്പൊ നമ്മൾ ചാറ്റ് ജി പി ടി നമ്മൾ എന്ത് ചോദിച്ചു, എങ്ങനെയൊക്കെ എന്നെ യൂസ് ചെയ്യാൻ പറ്റും, മീൻസ് നിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദിച്ചു. അപ്പൊ ചാറ്റ് ജി പി ടി നമുക്ക് തിരിച്ചെന്ത് ചെയ്തു, മറുപടി നൽകി. അത് മുന്നേ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ചിട്ട് പഠിപ്പിച്ചതല്ല ചാറ്റ് ജി പി ടി. പകരം ഇങ്ങനത്തെ നമ്മൾ ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിനെ വേർഡ് ബൈ വേർഡ് അനലൈസ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ. സോ ഈ ജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജനറേറ്റീവ്, അതായത് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടാണ് കോണ്ടന്റുകൾ നമുക്ക് തരുന്നത്. സോ പി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രീ ട്രെയിൻഡ്, അതായത് നമ്മൾ ട്രെയിനിങ് ചെയ്യാന്ന് പറയുമല്ലോ, അതായത് ഒരു സിസ്റ്റത്തിനെ നമ്മൾ പഠിപ്പിക്കുക എന്ന് പറയും. സോ പ്രീ ട്രെയിൻഡ് എന്ന് പറഞ്ഞാൽ ചാറ്റ് ജി പി ടി പോലുള്ള ടൂൾസുകളെ ഓർ എ ഐ സിസ്റ്റത്തിനെ മുന്നേ ഓൾറെഡി ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റാസുകളും ട്രെയിൻ ചെയ്തിട്ടാണ് ചാറ്റ് ജി പി ടി ഇപ്പൊ ഇന്നത്തെ വേർഷനിലേക്ക് എത്തി നിൽക്കുന്നത്. ഇനിഷ്യലി ഫ്രീ വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഐ തിങ്ക് 2023 ഡിസംബർ വരെയുള്ള ഡാറ്റാസിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷെ നമുക്കിന്ന് ജി പി ടി 4 ഒമിനി ഒക്കെ യൂസ് ചെയ്തിട്ട് ഇന്നത്തെ ന്യൂസ് വരെ നമുക്ക് സമ്മറൈസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതായത് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ ഇന്ന് എന്തൊക്കെയാണ് നടന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റും. സോ അതിനനുസരിച്ച് ചാറ്റ് ജി പി ടിക്ക് എന്ത് ചെയ്യും, നമുക്ക് സമ്മറൈസ് ചെയ്ത കാര്യങ്ങളൊക്കെ നൽകി തരാൻ പറ്റും. സോ അത് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ ജി പി ടി 4നും ആ ഒരു കേപ്പബിലിറ്റി ഓൾറെഡി ഉണ്ട്. സോ ഈ പി എന്ന് ഉദ്ദേശിക്കുന്നത് പ്രീ ട്രെയിൻഡ് ആണ്. ഇന്റർനെറ്റിലുള്ള ഒരുപാട് ബുക്സുകളും അതേപോലെ ഡാറ്റാസുകളും വീഡിയോസുകളും അങ്ങനത്തെ എല്ലാ ഡാറ്റാസുകളും ട്രെയിൻ ചെയ്തതിനാണ് നമ്മൾ പ്രീ ട്രെയിൻഡ് എന്ന് പറയാം. അതായത് ട്രെയിൻഡ് ഓൺ എ ലാർജ് ഡാറ്റ സെറ്റ്. ഓക്കെ, ദെൻ ടി എന്ന് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫോമർ എന്നാണ്. അതായത് കുറച്ച് ടെക്നിക്കൽ വേർഡ്സ് ആണ്, നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അതായത് എന്തൊക്കെ മെത്തേഡ്സിൽ നിന്നെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്ന സമയത്ത് ഓരോ വേർഡ്സും നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിലെ ഓരോ വേർഡ് ബൈ വേർഡും ചാറ്റ് ജി പി ടി അനലൈസ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം, ആൾ കാറ്റ്സ് ആർ, അതായത് എല്ലാ പൂച്ചകളും, ആൾ കാറ്റ്സ് ആർ, ബാക്കി എന്തായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ആനിമൽസ് ആണെന്നുള്ളത് അല്ലെ. അതായത് ആ ഒരു വേർഡിന്റെ റിലേഷൻ പോകുന്നത് ആ രീതിയിലാണ്. സോ ഇന്റർനെറ്റിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട്, അതായത് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഓരോ ഡാറ്റാസും വേർഡ് ബൈ വേർഡ് റിലേഷൻ കണ്ടെത്തിയിട്ടാണ് നെക്സ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ആൻസേഴ്സുകൾ നൽകുന്നത്. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിലെ റിലേഷൻ കണ്ടെത്തും, അതേപോലെ തന്നെ ഓൾറെഡി ഡാറ്റാസ് ട്രെയിൻ ചെയ്തിട്ടുള്ള വേർഡ്സിലെ റിലേഷൻ കണ്ടെത്തും. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. സോ ചാറ്റ് ജി പി ടി മീൻസ് ആ ഒരു വേർഡിന്റെ അർത്ഥം വരുന്നത് ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നുള്ളതാണ്. അപ്പൊ നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു കോൺവെർസേഷൻ എ ആണ്, അതായത് ചാറ്റ് ആണ്, ആൻഡ് ഓൾസോ ജനറേറ്റീവ് ആണ്, പ്രീ ട്രെയിൻഡ് ആണ്, ആൻഡ് അഗെയിൻ ട്രാൻസ്ഫോമർ ആണ്. സോ ഈ രീതിയിലാണ് ചാറ്റ് ജി പി ടി വർക്ക് ചെയ്യുന്നത്. അതിനോ എനിക്കറിയാം ഇഷ്ടംപോലെ ആൾക്കാർ മീൻസ്
ChatGPT on a daily basis യൂസ് ചെയ്യാറുണ്ട്. ഈവൻ ChatGPT ഫുൾ ഫോം എന്താണെന്ന് പോലും അറിയാതെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നെക്സ്റ്റ് ടൈം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഫുൾ ഫോം ഓർത്ത് വെക്കുക, എങ്ങനെയാണ് ഇത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. കാരണം ഈ രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസുകളെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റുകളെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നത്. സോ ഈ ഒരു ChatGPT ഫുൾ ഫോം എന്തായാലും നിങ്ങൾ ഓർത്ത് വെക്കുക. സോ ഈ ടൂൾസുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ആൻഡ് അഗൈൻ എന്താണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ള പഠിച്ചു. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ അകത്ത് വരുന്ന ടെക്നിക്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ആൻഡ് ആൾസോ ചെറിയൊരു കമ്പാരിസൺ കൂടി കഴിഞ്ഞിട്ട് അഗൈൻ നമുക്ക് നേരെ തിരിച്ച് ChatGPT അകത്തേക്ക് തന്നെ പോകാം. സോ നിലവിൽ ChatGPT വേഴ്സസ് ഗൂഗിൾ എന്താണ് ഡിഫറൻറ്റ് എന്നുള്ളതാണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. എന്താ ChatGPTയും അതേപോലെ തന്നെ ഗൂഗിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. നമുക്കറിയാം ChatGPT എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലാംഗ്വേജ് മോഡൽ. അതായത് ഓൺ എ ലാർജ് ഡാറ്റാസ് ട്രെയിൻ ചെയ്തിട്ടുള്ള ലാംഗ്വേജ് മോഡലാണ് ChatGPT എന്ന് പറഞ്ഞത്. പക്ഷെ മുന്നേ ഗൂഗിൾ എന്തായെന്ന് വെച്ചാൽ സെർച്ച് എഞ്ചിൻ ആയിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് വെബ്സൈറ്റുകളുടെ ലിസ്റ്റ് കാണിച്ചു തരും. ആ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് വേണ്ട കണ്ടന്റ്സുകൾ നമുക്ക് എടുക്കലായിരുന്നു ഗൂഗിൾ ചെയ്യാറുള്ളത്. സേ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ പുതിയൊരു ടാബ് എടുത്തിട്ടുണ്ട്. സോ ഞാനിവിടെ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത് ഞാൻ ചോദിക്കാം. ഓക്കെ, സോ നമുക്കിവിടെ ആൻസർ നൽകി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഗൂഗിൾ സെർച്ച് ചെയ്യാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് വെബ്സൈറ്റ് വന്നിട്ടുള്ളത് IBM ആണ്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ഗൂഗിൾ ക്ലൗഡ് വരുന്നുണ്ട്, ടെക് ടാർഗറ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ബിൽറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകളുടെ ലിസ്റ്റ് ആണ് നമുക്ക് എന്ത് കാണിച്ചു തരാം, ഗൂഗിൾ കാണിച്ചു തരാം. പക്ഷെ ഓൺ ദി അതർ ഹാൻഡ് നമുക്ക് നോക്കാം. ഞാനിവിടെ പുതിയ ചാറ്റ് എടുത്തിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് വെബ്സൈറ്റിന്റെ ലിങ്ക് അല്ല, പകരം നമുക്ക് എന്താണ് വേണ്ടത് ആ രീതിയിൽ ആൻസേഴ്സുകളാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ഫീൽഡാണ്. അത് മെഷീൻസിനോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസുകൾക്കോ ഹ്യൂമൻ ഇന്റലിജൻസ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. സോ ഈ ഒരു ക്യാപ്പബിലിറ്റി മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് തന്നെയാണ് ഈവൻ ChatGPT ഗൂഗിളിനെ വരെ ബീറ്റ് ചെയ്യാൻ ഇന്ന് മാർക്കറ്റിലേക്ക് നിൽക്കുന്നത്. നേരത്തെ നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ChatGPT വന്ന സമയം 5 ദിവസം കഴിഞ്ഞതിന് ശേഷം ഗൂഗിളിനെ കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കുകയാണെന്ന രീതിയിൽ ട്വീറ്റ് വന്നത് ഈ ഒരു സിമ്പിൾ ആൻസർ നമുക്ക് ഈ രീതിയിൽ ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു എബിലിറ്റി ഉള്ളത് കൊണ്ടാണ്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടും ഡിഫറൻസ് ബിറ്റ്വീൻ ChatGPT ആൻഡ് ഗൂഗിൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് മോഡലാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അഗൈൻ സെർച്ച് എഞ്ചിനാണ്. നമുക്ക് ChatGPT ട്രെയിൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് ലാർജ് ഡാറ്റ സെറ്റ് എന്നാണ്. പക്ഷെ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെബ്സൈറ്റുകളാണ് ഓൾറെഡി ഇൻഡെക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ റെസ്പോൺസ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ്, അതായത് ഹ്യൂമൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജിലാണ് നമുക്ക് ആൻസേഴ്സുകൾ കിട്ടുക. ഗൂഗിൾ ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ നമുക്ക് ഒരുപാട് നേരത്തെ കാണിച്ച പോലെ വെബ്സൈറ്റുകളുടെ ലിസ്റ്റ് ആയിരിക്കും. ദെൻ ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടന്റ്സുകൾ ജനറേറ്റ് ചെയ്യാൻ, കോഡുകൾ ജനറേറ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള അനാലിസിസ് നടത്താൻ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ എന്ത് വേണം, വെബ്സൈറ്റ് കയറിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ. നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ ChatGPT നമുക്ക് ജസ്റ്റ് ഒരു മേ ബി 1 or 2, 1.5 സെക്കൻഡ് ഒക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസേഴ്സ് കിട്ടാൻ നമുക്ക് ടൈം എടുത്തില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കുക, ഈ ഒരു രീതിയിലാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെബ്സൈറ്റുകളെല്ലാം കയറണം. അതിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞ പോലെ ആഡ്സ് വരും. അതേപോലെ തന്നെ അതിന്റെ ആഡ്സ് നമുക്ക് ആദ്യം കണ്ടന്റ്സുകൾ എവിടെയാണെന്നുള്ളത് കണ്ടെത്തണം. ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. സോ അങ്ങനെയാണ് നമ്മളല്ല ഐ മീൻ ChatGPT മാർക്കറ്റിലേക്ക് ഇറങ്ങിയ സമയം തന്നെ ഗൂഗിളിനെ ബീറ്റ് ചെയ്യാനുള്ള രീതിയിൽ എബിലിറ്റീസ് ആക്ച്വലി ChatGPT കിട്ടുന്നത്. പക്ഷെ ഇപ്പോൾ ഗൂഗിൾ റീസെന്റ് ആയിട്ട് പുതിയ AI വെർഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു ജെമിനായി എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജെമിനായി ഓക്കെ, എനിക്ക് കൂടെ കാണാൻ പറ്റും. ഗൂഗിളിൽ ജെമിനായി AI വന്നിട്ടുണ്ട്. അത് ആക്ച്വലി ChatGPT പോലെ തന്നെ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു AI ചാറ്റ്ബോട്ട് ആണ്. ഗൂഗിൾ ChatGPT മാർക്കറ്റിലേക്ക് വന്നതിന് ശേഷമാണ് ഈ ഒരു ജെമിനായി മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ളത്. സോ ഇത് ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജെമിനായിനെ യൂസ് ചെയ്യാൻ പറ്റും. ChatGPT ചെയ്യാൻ പറ്റുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഇന്ന് ഗൂഗിളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ജെമിനായി യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും 2 വെർഷൻ ഉണ്ട്. ChatGPT പറഞ്ഞ പോലെ തന്നെ ജെമിനായി ഫ്രീ വെർഷൻ ഉണ്ട്, ആസ് വെൽ ആസ് ജെമിനായിന്റെ പെയ്ഡ് വെർഷൻ ഉണ്ട്. നമ്മൾ ChatGPT 3.5 4 പറഞ്ഞ പോലെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. സോ ഇന്ന് എല്ലാ കമ്പനീസുകൾക്കും ഇത്തരത്തിലുള്ള AI ടൂൾസുകൾ ഉണ്ട്. അതായത് അവർക്ക് തന്നെ സ്വന്തമായിട്ടുള്ള AI ടൂൾസുകൾ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഗൂഗിളിലെ സെർച്ച് ജനറേറ്റീവ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഫീച്ചർ ഉണ്ട്. നമുക്കത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി സമ്മറൈസ് ചെയ്തിട്ട് കണ്ടന്റ് തരും. അതായത് ChatGPT മാർക്കറ്റിലേക്ക് വന്ന സമയത്ത് ഇങ്ങനത്തെ ഓരോ ഫീച്ചേഴ്സുകൾ ഇറക്കിയിട്ട് ഗൂഗിളും മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ നോക്കുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് സെർച്ച് ജനറേറ്റീവ് എക്സ്പീരിയൻസ് കൊണ്ടുവരാം. ഇനീഷ്യലി ഗൂഗിളിലെ AI ടൂൾ എന്ന് പറഞ്ഞാൽ ബാർഡായിരുന്നു. അതിന്റെ പേര് പിന്നെ മാറ്റിയിട്ട് ജെമിനായി എന്നുള്ള രീതിയിലാക്കി. നിങ്ങൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും, ഒരുപാട് മിസ്റ്റേക്സുകൾ ബാർഡ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മിസ്റ്റേക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബാർഡ് എന്നുള്ള പേര് മാറ്റിയിട്ട് ജെമിനായി എന്നുള്ള പേരിലേക്ക് ഗൂഗിൾ ആക്കിയിട്ടുള്ളത്.
സോ ഈ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ചാറ്റ് ജി പി ടി വരുന്നുണ്ട്, പെർപ്ലസിറ്റി വരുന്നുണ്ട്, ആൻഡ് ഓൾസോ ക്ലൗഡ് വരുന്നുണ്ട്. ക്ലൗഡ് അഗൈൻ ഒരു ബെറ്റർ ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഡോക്യുമെന്റ് സമ്മറൈസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടില്ല. ആൻഡ് ഓൾസോ ജെമിനായി വരുന്നുണ്ട്, ആക്ച്വലി ഗൂഗിളിൻ്റെതാണ്. സോ ഈ 4 പ്രോഡക്റ്റ് നിങ്ങൾ ഡെഫിനറ്റ്ലി ഓർത്ത് വെക്കുക. ആൻഡ് ഓൾസോ നമ്മൾ നേരത്തെ സ്ലൈഡ് ഡിസ്കസ് ചെയ്ത പോലെ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ആണോ അല്ലെങ്കിൽ ഇമേജ് ആണോ ഓഡിയോ ആണോ വീഡിയോ ആണോ വേണ്ടതെന്നുള്ളതിന് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോം ആണ് ബെറ്റർ എന്നുള്ളത് നിങ്ങൾ അറിയണം. ആൻഡ് ഓൾസോ ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്ന സമയത്ത് ഓർ എനി പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടാസ്ക് എന്താണെന്നുള്ളതും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യണം. അഗെയിൻ പ്രോംപ്റ്റിംഗ് ടെക്നിക്സുകൾ ഡിഫറെന്റ് ആയിട്ട് വരുന്ന പ്രോംപ്റ്റിംഗ് സ്ട്രാറ്റജീസുകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ, അതായത് ഫസ്റ്റ് നമ്മുടെ വെബിനാർ തുടങ്ങിയ സമയത്ത് ഡിസ്കസ് ചെയ്ത പോലെ എല്ലാവർക്കും ഇത്തരത്തിലുള്ള ടൂൾസുകൾ ആക്സസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് അതിനെങ്ങനെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റീസുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വെബിനാറിന്റെ ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ നേരത്തെ വെബ്സൈറ്റ് സമ്മറൈസേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു, നമ്മൾ കൺവേർട്ട് ചെയ്തു. ആൻഡ് ഓൾസോ വെബ്സൈറ്റ് സമ്മറൈസേഷനിൽ നമ്മൾ ജസ്റ്റ് ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, സമ്മറൈസ് ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്ന നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ ജസ്റ്റ് കോപ്പി ചെയ്യുന്നുണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, സോ ഞാനിവിടെ വെബ്സൈറ്റ് സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റിനെ സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് 10 പോയിന്റ്സ് ആക്കിയിട്ടാണ് നൽകിയിട്ടുള്ളത്. സോ അതിന് എനിക്ക് എന്ത് ചെയ്യണം, ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഞാനിവിടെ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ നോക്കുക, ആക്ട് ആസ് ആൻ എക്സ്പേർട്ട് ഇൻ കണ്ടന്റ് റൈറ്റിംഗ് ആൻഡ് കൺവേർട്ട് ദ 10 മേജർ പോയിന്റ്സ് എബോവ് ഇൻ ടു എ യൂട്യൂബ് വീഡിയോ സ്ക്രിപ്റ്റ്. സോ ദ ടോട്ടൽ വീഡിയോ ലെങ്ത് ഷുഡ് ബി 1 മിനിറ്റ്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ റീൽ ടൈപ്പ് ആണ്. റീൽ എന്ന് പറഞ്ഞാൽ യൂട്യൂബിന്റെ ഷോർട്ട് ടൈപ്പ് ആണ്. മേക്ക് ഇറ്റ് എൻഗേജിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ്. Additionally, include a concise and compelling video description and a call to action at the end of the video to help boost its visibility on the platform. Please suggest a 10 variation for the video title and thumbnail രീതിയിൽ. അതായത് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വെബ്സൈറ്റ്, അതായത് നമ്മുടെ ഫോബ്സിന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡയറക്റ്റ് പെർപ്ലസിറ്റിയിൽ കൊടുത്തു. ആൻഡ് പെർപ്ലസിറ്റി നമുക്ക് കറക്റ്റ് ആയിട്ട് 10 പോയിന്റ്സ് ആക്കിയിട്ട് മേജർ പോയിന്റ്സ് ആക്കി നമുക്ക് തന്നു. ഇനി ഞാൻ പറയുന്നത് എനിക്ക് 10 പോയിന്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, യൂട്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് യൂട്യൂബിൽ കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വീഡിയോ സ്ക്രിപ്റ്റ് ആക്കണം. ആ വീഡിയോ സ്ക്രിപ്റ്റിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിലാണ്. വീഡിയോ ടൈറ്റിൽ വേണം, അതേപോലെ തന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ആക്കിയിട്ടുള്ള പോയിന്റ്സുകൾ വേണം. ആൻഡ് ഓൾസോ കോൾ ടു ആക്ഷൻ അറ്റ് എൻഡിൽ വേണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്ലാറ്റ്ഫോം എൻഗേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടില്ല, അതായത് പ്ലാറ്റ്ഫോം ബൂസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസ് വൈറലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നല്ല കോൾ ടു ആക്ഷൻ വേണം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വീഡിയോസിൽ കമന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഓക്കെ, സോ ഞാനിവിടെ എൻ്റർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ആൻസർ യൂട്യൂബ് വീഡിയോ സ്ക്രിപ്റ്റ് 10 ഹൈ പേയിങ് ജോബ് സേഫ് ഫ്രം AI. സോ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇൻട്രോഡക്ഷൻ, ഗ്രീറ്റിംഗ്സ് എവരിവൺ ഇൻ ടുഡേസ് റാപ്പിഡ്ലി ഇവോൾവിംഗ് ജോബ് മാർക്കറ്റ്. ഇറ്റ് ഇസ് ക്രൂഷ്യൽ ടു സ്റ്റേ ഇൻഫോംഡ് അബൌട്ട് ദ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നോർമലി ഒരു യൂട്യൂബ് വീഡിയോക്ക് അകത്ത് വരുന്ന ഫ്രണ്ടിലേക്ക് വരുന്ന ഇൻട്രോ ആണ് ഇവിടെ പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. 10 പോയിന്റ്സ് 1 വന്നിട്ടുണ്ട്, നെയ്സ് ആർ ലീഡിംഗ് ദ പൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് നെയ്സിന്റെ ജോബ്സും കാര്യങ്ങളും വരുന്നത്, എത്രയാണ് അതിന്റെ ഗ്രോത്ത് റേറ്റ് വരുന്നത്, 45.7% ബൈ 2023 എന്നുള്ള രീതി, 2032 എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നെയ്സ് സെക്കൻഡ് 0.1, 0.2, 0.3, 0.5, 6, 7, 8, 9 ആൻഡ് ആൾസോ 9 കഴിഞ്ഞ ശേഷം ഞാൻ കൊടുത്ത പ്രോംപ്റ്റിൽ കറക്റ്റ് ആണ്. അതായത് എനിക്ക് ഔട്ട്രോ വേണം, അതേപോലെ തന്നെ കോൾ ടു ആക്ഷൻ വേണം, വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ വേണം എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് വീഡിയോക്ക് എനിക്ക് ടൈറ്റിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. സോ CTA നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇഫ് യു വാണ്ട് ദിസ് വീഡിയോ ഇൻഫോർമേറ്റീവ് ബി ഷുവർ ടു സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ കണ്ടന്റ് ലൈക്ക് ദിസ്. ലെറ്റ് us know in the comments. നിങ്ങൾ കണ്ടില്ലേ, കമന്റ് എഴുതിപ്പിക്കണം, കാരണം കമന്റ് വന്നാലേ വീഡിയോ എന്ത് ചെയ്യുള്ളൂ, പ്ലാറ്റ്ഫോം ഓട്ടോമാറ്റിക് ആയിട്ട് ബൂസ്റ്റ് ചെയ്യുള്ളൂ. സോ ആ രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും, അതായത് വെബ്സൈറ്റിൽ കിട്ടിയിട്ടുള്ള 10 മേജർ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്തു, യൂട്യൂബിലേക്ക് കൺവേർട്ട് ചെയ്തു. യൂട്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മീൻസ് യൂട്യൂബ് വീഡിയോ സ്ക്രിപ്റ്റ് ആക്കി നമ്മൾ വീഡിയോന്റെ കറക്റ്റ് ലെങ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ആൾസോ CTA വീഡിയോന്റെ ടൈറ്റിൽസും കാര്യങ്ങളൊക്കെ വരുന്നെന്ന് പറഞ്ഞു. നമുക്ക് സജസ്റ്റ് വീഡിയോ ടൈറ്റിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇവിടെ 10 വന്നിട്ടുണ്ട്. ടോപ്പ് 10 the 10 highest paying jobs that AI can't replace. ഈ രീതിയിലൊക്കെ ഒരു സബ് ടൈറ്റിൽ അല്ല, ടൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും സെലക്ട് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഈ രീതിയിലാണ് നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് നോക്കാറുള്ളത്. അതായത് അതിന്റെ ടൈറ്റിലിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നമുക്കിവിടെ 10 ടൈറ്റിൽസ് ആക്കി നമുക്ക് തന്നിട്ടുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ദ 10 മോസ്റ്റ് പ്രോമിസിംഗ് ഹൈ പേയിങ് ജോബ്സ് ഓഫ് ദ 21st century രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആൾസോ ഞാൻ പറഞ്ഞിട്ടുണ്ട് തമ്പനയിലിന് ആവശ്യമായിട്ടുള്ള ടൈറ്റിൽ എനിക്ക് വേണമെന്നുള്ളത്. ഇവിടെ കാണാൻ പറ്റും നൈസ് പ്രാക്ടീഷൻസ് ഹോൾഡിംഗ് എ സ്റ്റെതസ്കോപ്പ് എന്ന രീതിയിൽ ഇമേജ് കൊടുക്കാനുള്ളതാണ് പറയുന്നത്. തമ്പനയിൽ ഐഡിയാസ്, അതേപോലെ തന്നെ കൊറിയോഗ്രാഫർ വന്നിട്ടുണ്ട്, ഫിസിഷ്യൻസ് വരുന്നുണ്ട്, മെന്റൽ ഹെൽത്ത് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് കൊടുക്കേണ്ട, അതായത് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ തമ്പനയിൽ കൊടുക്കേണ്ട ഇമേജുകളാണ് പറയുന്നത്. നമുക്ക് ലോങ് വീഡിയോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തമ്പനയിൽസുകൾ തന്നെ നമുക്ക് AI ടൂൾസിനെ കൊണ്ട് റെഫർ ചെയ്യിപ്പിക്കാം. അതായത് ഏത് തമ്പനയിലായിരിക്കും കൂടുതൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഏത് തമ്പനയിലായിരിക്കും ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഏത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വീഡിയോ എൻഗേജിംഗ് ആണോ, അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് ഹുക്ക് വരുന്നുണ്ടോ, ലാസ്റ്റ് നമ്മൾ CTA കൊടുത്തിട്ടുണ്ടോ, തമ്പനയിലെ കളർ എന്താണ്, ഇമേജ് എന്താണ്, ഈവൻ തമ്പനയിൽ യൂസ് ചെയ്യുന്ന ഫോണ്ട് ഡിസൈൻ, ഇതിലൊക്കെ വളരെയധികം പ്രയോറിറ്റി ഉണ്ട്. നമുക്കറിയാം നമ്മൾ ഈവൻ യൂട്യൂബ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ അട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ
വീഡിയോസ് ക്ലിക്ക് ചെയ്യുള്ളൂ. അല്ലാണ്ട് ലോക്കൽ വീഡിയോസ് വന്നാൽ നമ്മൾ ഒരിക്കലും ക്ലിക്ക് ചെയ്യില്ല. അതായത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും കമ്പനിയിൽ ആരൊരു കമ്പനിയിൽ നമ്മൾ കണ്ടാൽ മനസ്സിലാവും ഇത് നല്ല ക്വാളിറ്റിയിലെ വീഡിയോ ആണോ അതല്ലാന്നുണ്ടെങ്കിൽ ലോക്കൽ ചെയ്താണോ എന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു ജസ്റ്റ് ഒരു സിംഗിൾ സ്ക്രിപ്റ്റിലൂടെ സ്ക്രിപ്റ്റ് അല്ല പ്രോംപ്റ്റിലൂടെ ഞാൻ ഓൾറെഡി യൂട്യൂബ് വീഡിയോന്റെ സ്ക്രിപ്റ്റ് എഴുതിപ്പിച്ചു, തമ്പനയിലിന്റെ ഡിസൈൻ ചെയ്യിപ്പിച്ചു. ഡിസൈൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡിസൈൻ അല്ല, നമുക്ക് ടെക്സ്റ്റ് രൂപത്തിൽ CTA കൊടുത്തു. ആൻഡ് ആൾസോ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ്ലി ഞാനിവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ യൂസിങ് ഒരു സിംഗിൾ പ്രോംപ്റ്റിലൂടെയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. എനിക്ക് ആ പ്രോംപ്റ്റ് ഞാനിവിടെ ഒന്നുകൂടി കാണിച്ചു തരാം. Act as an expert in content writing and convert the 10 major points above into a YouTube video script. The total video length should be 1 minute. ഞാൻ ഓൾറെഡി ലിമിറ്റ് ചെയ്തിട്ടുണ്ട് എത്രയാണ് വേണ്ടതെന്നുള്ളത്. Make it engaging and informative. Additionally, include a concise and compelling video description and a call to action, CTA എന്ന് പറയും. At the end of the video, to help boost its visibility on the platform, please suggest 10 variations for the video titles and thumbnails. ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ്. സോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോംപ്റ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പൊ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് വെബ്സൈറ്റിന് ലിങ്ക് കൊടുത്തു, യൂട്യൂബ് വീഡിയോ ആക്കി. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇനി ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് പോസ്റ്റ് ആക്കിയിട്ട് ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ ഫോർ എനി പ്ലാറ്റ്ഫോം, നമുക്ക് ബ്ലോഗ്സ് ഒക്കെ എഴുതുന്ന രീതിയിൽ ഏത് പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് മാറ്റാം. നമ്മളിപ്പോ ജസ്റ്റ് ആർട്ടിക്കിളിനെ യൂട്യൂബിലേക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ സ്ക്രിപ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ട്വീറ്റ് ഫോർ എക്സ്, നമുക്ക് കുറച്ചുകൂടി സർക്കാസ്റ്റിക് ഒക്കെ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ട് പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് എക്സിലേക്ക്, അതായത് നമ്മൾ പണ്ട് പറയുന്ന ട്വിറ്റർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ട്വീറ്റ് ഉണ്ടാക്കാം. അതേപോലെ തന്നെ റെഡിറ്റ് പോലുള്ള പ്ലാറ്റ്ഫോം, അങ്ങനെ എൻ നമ്പർ ഓഫ് പ്ലാറ്റ്ഫോംസുകൾക്ക് നമുക്ക് എ ടൂൾസ് യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് വിത്തിൻ സെക്കൻഡുകൾക്കകം ഏത് ട്രെൻഡിങ് ടോപ്പിക് ആണെന്നുണ്ടെങ്കിലും അതിന് ഏത് പ്ലാറ്റ്ഫോമിക്കാണ് വേണ്ടതെന്നുള്ള നോക്കുക. ആ പ്ലാറ്റ്ഫോമിനനുസരിച്ചിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് പ്രോംപ്റ്റിംഗിന്റെ നെക്സ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ഒരു സ്ലൈഡാണ് ഞാൻ എനിക്ക് കാണിക്കാൻ പോകുന്നത്. സോ ഞാനിവിടെ ജസ്റ്റ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. സോ ഈ പ്രോംപ്റ്റിനെ പറയുന്ന പേരാണ് RTF ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഒരുപാട് ഫ്രെയിംവർക്സുകൾ ഉണ്ട്, നമുക്ക് എല്ലാം കവർ ചെയ്യാനുള്ള സമയമല്ല. സോ ഞാൻ ആ ഫ്രെയിംവർക്ക് മാത്രം ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി തരാം. സോ ഇതാണ് നമ്മുടെ RTF ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അതായത് ആക്ട് ആസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള റോളാണ്. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടന്റ് മാർക്കറ്റിംഗ് ആണ്, കാരണം എനിക്ക് എഴുതേണ്ടത് കണ്ടന്റുമാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടാസ്ക്, അതായത് നമ്മൾ ChatGPT ഓർ വാട്ട് എവർ ടൂൾസിനോട് നമ്മൾ പറയുന്ന ടാസ്ക് എന്താണെന്നുള്ളതാണ് നമ്മൾ സെക്കൻഡ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് തേർഡ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഫോർമാറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് ആക്ട് ആസ് CEO എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾ തുടങ്ങാൻ പോകുന്ന കമ്പനീനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട്സുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് കാര്യങ്ങളും ജനറേറ്റ് ചെയ്യാം. ഇപ്പൊ ആക്ട് ആസ് CEO ക്രിയേറ്റ് എ കമ്പനി പ്രൊഫൈൽ എന്നുള്ള പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോർമാറ്റ് ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് ആക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ SEO എക്സ്പേർട്ട് നിങ്ങൾക്ക് SEO കീവേഡ്സ് യൂസ് ചെയ്തിട്ട് ടേബിൾ ഫോർമാറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ RTF ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അതായത് ആക്ട് ആസ് എ, ക്രിയേറ്റ്, ഷോ ആസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് വരുന്നുണ്ട്. ഇന്ന് ടൂൾസുകളിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആവുന്ന ഒരു ഫ്രെയിംവർക്കാണ് നമ്മൾ RTF ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞത്. നിങ്ങളൊരു ഏതെങ്കിലും ടാസ്ക് ചെയ്യുന്ന സമയത്ത് ആ ടാസ്കിന് ഓറിയന്റഡ് ആയിട്ടുള്ള റോൾ കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേഷൻ ആണ് വേണമെന്നുണ്ടെങ്കിൽ കണ്ടന്റ് ക്രിയേറ്ററിന്റെ എക്സ്പീരിയൻസ് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ആക്ട് ആസ് എൻ എക്സ്പെർട്ട് ഇൻ പ്രൊഡക്റ്റ് മാനേജർ അല്ലെങ്കിൽ ആ റോൾ കൊടുക്കുക. വിത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ കൊടുക്കാം. സോ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ChatGPT കറക്റ്റ് ആയിട്ട് ഒരു റോളിലേക്ക് അസൈൻ ചെയ്യാണ്. നോർമലി നമ്മൾ ChatGPT ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും നമുക്ക് ആൻസർ നൽകുക. പക്ഷെ ഇങ്ങനെ നമ്മൾ ടാസ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ChatGPT കറക്റ്റ് ആയിട്ട് ഒരു സിംഗിൾ ടാസ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അലൈൻ ചെയ്യും. ഇപ്പോൾ നമ്മൾ ആക്ട് ആസ് CEO എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ChatGPT നമുക്ക് നൽകുന്ന ആൻസറുകൾ ഒരു സിഒന്റെ സ്ഥാനത്ത് നിന്നിട്ട് എങ്ങനെയൊക്കെ കാര്യങ്ങളാണ് നോക്കി കാണേണ്ടത്, ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, വളരെ ക്രിസ്പ് ആൻഡ് ഷോർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ആൻസേഴ്സുകളായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ നിങ്ങൾ നെക്സ്റ്റ് ടൈം ChatGPT യൂസ് ചെയ്യുമ്പോൾ ഈ RTF ഫ്രെയിംവർക്ക് റോള്, ടാസ്ക് ആൻഡ് ഓൾസോ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രെയിംവർക്ക് ക്ലിയർ വോയിസ് ക്ലിയർ ആണ് പറയുന്നുണ്ട്, പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുക. സോ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റോൾസുകളാണ്. വളരെ ഷോർട്ട് ആയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ റോൾ കൊടുത്തിട്ടുള്ളത്. ദർ ആർ n numbers of roles, n numbers of tasks and n numbers of formats are there. CEO, SEO expert, advisor, journalist, copywriter, entrepreneur. നിങ്ങൾക്ക് ഈവൻ ഫ്രണ്ട് ആയിട്ട് യൂസ് ചെയ്യാം, ട്രാവൽ അഡ്വൈസർ ആയിട്ട് യൂസ് ചെയ്യാം, ലീഗൽ അഡ്വൈസർ ആയിട്ട് യൂസ് ചെയ്യാം, സ്ക്രീൻ റൈറ്റർ, പ്രൊഡക്റ്റ് മാനേജർ, കരിയർ കൗൺസിലർ. ഇനി ഈവൻ ആസ് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂവിന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ChatGPT ഇങ്ങനെ ഇന്റർവ്യൂർ ആയിട്ട് ആക്ട് ചെയ്യാം. ദെൻ ഓരോ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കണം, ആ ക്വസ്റ്റ്യൻസിനനുസരിച്ച് ഞാൻ മറുപടി പറയും. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞുതരാൻ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇത്തരത്തിൽ ടൂൾസുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് n നമ്പേഴ്സ് ഓഫ് ടാസ്കുകൾ നമുക്ക് ഓൺ എ ഡെയിലി ബേസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിലൊരു മെത്തേഡാണ് നമ്മൾ ഈ RTF ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഈ RTF ഫ്രെയിംവർക്ക് നിങ്ങൾ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ യെസ് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് കമന്റ് ചെയ്യാം. ജഹീൻ യെസ് പറയുന്നുണ്ട്. ഓക്കെ ഫൈൻ. ഹസീന നോ. Okay, no. Okay, most of the users
നോ ആണ് പറയുന്നത്. ഓക്കെ ഫൈൻ. നോ. ഓക്കെ. സോ ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഫോർമാറ്റുകൾ എപ്പോഴും എന്താണെന്നുള്ളത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നോക്കണം. കാരണം എല്ലാവർക്കും എല്ലാ ഫോർമാറ്റും പറ്റണമെന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ടേബിൾ ഫോർമാറ്റ് ആണ്. കാരണം എനിക്ക് ഒന്നുകൂടി കമ്പയർ ചെയ്തിട്ട് കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ട് വരുന്നത് ടേബിൾ ഫോർമാറ്റ് ആണ്. സോ നിങ്ങൾക്ക് ടേബിൾ ഫോർമാറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ രീതി ചെയ്യാം. ഷോർട്ട് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതി ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ടുള്ള പാരഗ്രാഫ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ലിസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ നിങ്ങൾക്ക് വേണ്ട ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് എപ്പോഴും പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ ഇതിനാണ് നമ്മൾ RTF ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഒരുപാട് ആൾക്കാർ നോ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ ചെയ്ത പോലെ തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്ന സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ സമയത്ത് ഒരുപാട് ആൾക്കാർ നോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആൾസോ ഈ ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് അറിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഈ RTF ഫ്രെയിം വർക്ക് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് ഓർ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ട ഡെയിലി ബേസിസ് യൂസ് ചെയ്യേണ്ട ഒരു ഫ്രെയിം വർക്കാണ്. ഐ തിങ്ക് ഓൾറെഡി 10 ഓർ 15 ഫ്രെയിം വർക്ക്സ് ഉണ്ട് നമുക്ക് ChatGPT പോലുള്ള ടൂൾസുകളോട് യൂസ് ചെയ്യാൻ പറ്റുന്ന. പക്ഷെ ഓരോ ഫ്രെയിം വർക്കും നമ്മളെ പർപ്പസിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾക്ക് ഒരു ടാസ്ക് ഉണ്ട്, ആ ടാസ്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രെയിം വർക്ക് നമ്മൾ തന്നെ പഠിച്ചെടുക്കണം. അല്ലാതെ എല്ലാ ഫ്രെയിം വർക്കും പോയിട്ട് എല്ലാ ടാസ്കും കൊണ്ടുപോയി ഇടരുത്. കാരണം അത് നമ്മൾ തന്നെ അനലൈസ് ചെയ്യണം ഏതാണ് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ പറഞ്ഞിട്ടുള്ള ആൻസർ നോ എന്നുള്ളതാണ്. RTF ഫ്രെയിം വർക്ക് മുന്നേ കേട്ടിട്ടില്ല എന്നുള്ളത്. ഒരുപാട് ഫ്രെയിം വർക്ക് വരുന്നുണ്ട്. കാഗ്, ഐ തിങ്ക് ടാഗ്, അങ്ങനത്തെ ഒരുപാട് ഫ്രെയിം വർക്ക്സുകൾ ഓൾറെഡി ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഐ തിങ്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഇനി കവർ ചെയ്യാനുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് Q&A സെഷൻ വരുന്നുണ്ട് ഫൈനലായിട്ട്. സോ അങ്ങനത്തേക്ക് പോകാൻ നമുക്ക് അധികം സമയമില്ല. സോ നെക്സ്റ്റ് ഒരു ഹാഫ് ആൻ അവറിനകത്ത് നമുക്ക് ഈ ഒരു വെബിനാർ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. സോ ഓക്കെ. സോ ഈ രീതിയിലാണ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഓക്കെ. സോ ഇതായിരുന്നു നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ എന്ന് പറഞ്ഞാൽ ജനറേറ്റീവ് ഓൾറെഡി യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വൈറൽ ആയിട്ടുള്ള ഇമേജുകൾ. സെക്കൻഡ് നമ്മൾ പറഞ്ഞു പാസ്റ്റ് വേഴ്സസ് നൗ. എന്താണ് മെഷീൻസുകൾ ഇന്നത്തെ മെഷീൻസുകൾ എന്തുകൊണ്ട് ഡിഫറെന്റ് ആവുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇന്റലിജന്റ് ആസ് എ സർവീസ് ആയിട്ടാണ് ഇന്ന് എല്ലാ കമ്പനികളും ഓഫർ ചെയ്യുന്നത്. ദെൻ നമ്മൾ നോക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് OpenAI ഓർ ChatGPT ഗൂഗിൾ പോലുള്ള ഒരു വലിയ കമ്പനീനെ ബീറ്റ് ചെയ്യാനുള്ള റീസൺ ഓർ ആ മാജിക് പവർ എന്താണെന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് നോക്കി. നമ്മളൊരു കണ്ടന്റ് ഓർ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെബ്സൈറ്റ് കാണിച്ചു തരുന്നതിന് പകരം നമുക്ക് എന്താ ചെയ്തു തരുന്നത്, നമുക്ക് വേണ്ട ആൻസേഴ്സുകൾ വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട് ആൻഡ് അഗെയിൻ നമുക്ക് ചാറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമറൈസ് ചെയ്യാനോ PDF ആക്കാനോ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനോ അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് പറ്റും. ആ ഒരു കാപ്പബിലിറ്റി മാർക്കറ്റിലേക്ക് ആദ്യം കൊണ്ടുവന്നിട്ടുള്ള കമ്പനിയാണ് ChatGPT എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഈ പെർപ്ലക്സിറ്റി, ക്ലൗഡ്, അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ കോപ്പൈലറ്റ് ഒക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ChatGPTന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്താണ് G, എന്താണ് P, ആൻഡ് ആസ് വെൽ ആസ് എന്താണ് T എന്നുള്ളത് നോക്കി. ആൻഡ് അഗെയിൻ ഇത് ആക്ച്വലി ഞാൻ വിട്ടുപോയതാണ്. 2 ടൈപ്പ് ഓഫ് AI ആണ് മാർക്കറ്റിൽ നിലവിലുള്ളത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്ന ജനറേറ്റീവ് AI വരുന്നതിന് മുന്നേ നമുക്ക് ഉണ്ടായിരുന്ന AI എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേറ്റീവ് AI ആണ്. അതായത് ഇപ്പൊ യൂട്യൂബ് ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ കാണുന്ന വീഡിയോസിനനുസരിച്ച് നെക്സ്റ്റ് വീഡിയോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്ന മോഡലാണ് നമ്മൾ ഡിസ്ക്രിമിനേറ്റീവ് മോഡൽ എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ് ജനറേറ്റീവ് AI എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുള്ള ഡാറ്റ ബേസ് ചെയ്തിട്ട് പുതിയത് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന AI മോഡൽസുകളാണ് ജനറേറ്റീവ് AI മോഡൽ എന്ന് പറയുന്നത്. സോ ഈ രണ്ട് AI ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഒന്ന് ഡിസ്ക്രിമിനേറ്റീവ് മോഡലും രണ്ട് എന്ന് പറഞ്ഞാൽ ജനറേറ്റീവ് മോഡലും. ഡിസ്ക്രിമിനേറ്റീവ് മോഡൽ എക്സാമ്പിൾ ആണ് നമ്മൾ ആമസോണിൽ സെർച്ച് ചെയ്യുന്നത്, അതേപോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയകളും നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത്, യൂട്യൂബ് യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അങ്ങനത്തെ ഡിഫറെന്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ വരുന്നത് ഡിസ്ക്രിമിനേറ്റീവ് AI എക്സാമ്പിൾ ആണ്. ജനറേറ്റീവ് AI എക്സാമ്പിൾ ആണ് നമ്മൾ ChatGPT, ക്ലൗഡ്, ജെമിനായി, പെർപ്ലക്സിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. ദെൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ChatGPT വേഴ്സസ് ഗൂഗിൾ ആയിരുന്നു. ആൻഡ് ട്രെൻഡിങ് ആയിട്ട് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ജനറേറ്റീവ് AI ടൂൾസുകളായിരുന്നു. ആൻഡ് ആൾസോ നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താണെന്ന് പഠിച്ചു. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ബെറ്റർ ആയിട്ടുള്ള ഔട്ട്കം നേടുക എന്നുള്ളതാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അഗെയിൻ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ ഫ്രെയിം വർക്കുകൾ 25% കമ്മ്യൂണിക്കേഷൻ, 50% പ്രോംപ്റ്റിംഗ് ടെക്നിക്സ് ആൻഡ് 25% റൈറ്റ് AI ടൂൾസ്. സോ റൈറ്റ് AI ടൂൾസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ട്രെൻഡിങ് AI ടൂൾസ് നിങ്ങൾക്ക് അറിയണം. അല്ലാതെ ഈ 25% നിങ്ങൾക്ക് കിട്ടില്ല. ആൻഡ് അഗെയിൻ നമ്മൾ ലാസ്റ്റ് നോക്കിയിട്ടുള്ളത് RTF ഫ്രെയിം വർക്ക് ആയിരുന്നു. ആക്ട് ആസ് എ ക്രിയേറ്റ് ആൻഡ് ഷോ ആസ് എ ഫോർമാറ്റ് എന്ന രീതിയിലായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഇനി നമുക്ക് എന്തെങ്കിലും രണ്ട് സെക്ഷനാണ് നമുക്ക് ഇനി ഉള്ളത്. ഒന്ന്, ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഏകദേശം 35 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഐ തിങ്ക് 50+ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. സോ ഈ 50+ മെമ്പേഴ്സിന് നമ്മൾ വെബിനാറിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സിന് നമ്മളെടുത്ത് സ്പെഷ്യൽ ആയിട്ട് ഒരു ഓഫർ വരുന്നുണ്ട്. ആ ഓഫർ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞതിന് ശേഷം നമുക്കിനി നമുക്ക് Q&A സെഷനിലേക്ക് പോവാം. ഓക്കെ. സോ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു PDF ഓപ്പൺ ആക്കി വെക്കുന്നുണ്ട്. യെസ്.
സോ ഇതാണ് ഇഡാപ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്കിനി കൊണ്ടുള്ള പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ ടെക്നോളജി കോഴ്സുകൾ പഠിക്കുക എന്നുള്ളതാണ്. മലയാളത്തിൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മുന്നത്തെ ടെക്നോളജി അല്ല, ഇന്ന് എന്താണോ ട്രെൻഡിങ് അത് നമ്മൾ ഇന്ന് പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. സോ അങ്ങനെ പഠിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഇഡാപ്റ്റിന്റെ ടെക്കിനി എന്ന് പറഞ്ഞത്. സോ റീസെന്റ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല, അതായത് മാർക്കറ്റിലേക്ക് ChatGPT വന്ന സമയം അത് കഴിഞ്ഞ ഏകദേശം 2 മാസം ആയപ്പോഴേക്കും ഇഡാപ്റ്റ് ഇതിന്റെ കോഴ്സ് ഇറക്കിയിട്ട് നമ്മൾ യൂസേഴ്സിനെ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഐ തിങ്ക് കേരളത്തിലെ ഏറ്റവും ഫസ്റ്റ് ഇറക്കിയിട്ടുള്ള പ്രോഗ്രാം, അതായത് ChatGPT, ജനറേറ്റീവ് AI, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, പ്രോംപ്റ്റ് ഫ്രെയിം വർക്ക്, ഇതെല്ലാം പഠിപ്പിച്ചിട്ടുള്ള ഫസ്റ്റത്തെ ടെക് പ്ലാറ്റ്ഫോം തന്നെയാണ് ഇഡാപ്റ്റ് എന്ന് പറഞ്ഞത്. റീസെന്റ് ആയിട്ട് നമ്മൾ ഈ ഒരു കോഴ്സിൽ ഒരുപാട് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. സോ ആ ഒരു പ്രോഗ്രാം കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി വന്നിട്ട് നമുക്ക് Q&A സെഷനിലേക്ക് പോവാം. സോ നമ്മളെ കൊണ്ടുവന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഓൺലൈൻ കോഴ്സ് എടുത്തുകൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 2-3 ഓൺലൈൻ കോഴ്സ് എടുത്തുകൊണ്ടോ നമുക്ക് ഒരിക്കലും ടെക്നോളജിക്ക് അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. പകരം എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി വേണം. നല്ല ഡിസ്കഷൻസുകൾ മാത്രം നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ മെമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള ദിനം പ്രതി ടെക്നോളജിയിൽ വരുന്ന അപ്ഡേറ്റ്സുകൾ നമ്മൾ അറിയുള്ളൂ. പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസുകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. പുതിയ എ ടൂൾസിനെ ഓൺ എ ഡെയിലി ബേസിസ് നമ്മളെ ലൈഫിലേക്കോ ജോബിലേക്കോ ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇഡാപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് 1% ക്ലബ്ബ് എന്ന് പറയുന്നത്. സോ അത് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ടെക്നോളജിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും ആദ്യം നിങ്ങൾ അതറിയും. കാരണം എന്താ വെച്ചാൽ ഓരോ സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനും അതിൻ്റെതായിട്ടുള്ള വാല്യൂസുകൾ ഉണ്ട്. ഒരു ട്രെൻഡിങ് ആവുന്ന ഒരു സാധനം നമുക്ക് അപ്പൊ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് അത് കിട്ടിയോണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ആ ട്രെൻഡ് ആയിട്ടുള്ള ടോപ്പിക്കിനെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിയിട്ട് അതിലൂടെ ബിസിനസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിലൂടെ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. സോ ടെക്നോളജി കൊണ്ടുവരുന്ന ഓരോ മാറ്റങ്ങളെയും ഓൺ എ ഡെയിലി ബേസിസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഓഫർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് 1% ക്ലബ്ബ് എന്ന് പറയുന്നത്. സോ ഇവിടെ കാണാൻ പറ്റും, മേഖലയിലെ മാറ്റങ്ങൾക്കൊത്ത് മുന്നേറാൻ ഞങ്ങൾ സഹായിക്കാം 1% ക്ലബിലൂടെ എന്നുള്ളത്. നേരത്തെ ഞാൻ കാണിച്ചത് പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത് ഇന്നത്തെ ഏറ്റവും വലിയ ട്രെൻഡിങ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. ഏതൊരു ജോലി ചെയ്യുന്ന ആളായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നമ്മൾ ജോബ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ AI ടൂൾസ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷനിൽ നമ്മൾ ലെഫ്റ്റ് ആവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, Zerato CEO says AI will take away jobs. Humans unlikely to compete against intelligent machines. അതായത് മേ ബി ഇന്റലിജന്റ് മെഷീൻസുമായിട്ട് ഹ്യൂമൻ ഇനി വരുന്ന കാലത്ത് കോമ്പീറ്റ് ചെയ്യേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രോപ്പർ ആയിട്ട് ലിവറേജ് ചെയ്യേണ്ടി വരും. ആൻഡ് ആൾസോ നേരത്തെ കാണിച്ച പോലെ 92% ഇന്ത്യൻ കമ്പനീസുകൾ എങ്ങനെയാണ് ഇതിനെ അഡോപ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഓരോ കമ്പനിന്റെയും CEOs ഇവിടെ കൊടുത്തിട്ടുള്ള ന്യൂസുകൾ കൊടുത്ത് കാണാൻ പറ്റും. AI ടെക് ജോബ്സ്, ഓരോ കോഡേഴ്സിന്റെ, പ്രോഗ്രാമേഴ്സിന്റെ, അതേപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ 22 years ഓൾഡിന്റെ ഇൻകം ഡ്രോപ്പ് ചെയ്തത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഈ 1% ക്ലബിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ, ChatGPT പോലുള്ള AI ടൂൾസുകളെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി ജോലിയിലും ജീവിതത്തിലും കൂടുതൽ കാര്യക്ഷമത നേടാം. നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ 100+ വീഡിയോസ് ലെസൺസ് വരുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും. സോ ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം, അതായത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഓരോ ടൂൾസിനും ഓരോ പർപ്പസ് ഉണ്ട്, ഫീച്ചേഴ്സുകൾ ഉണ്ട്, അതേപോലെ ഓരോ വീക്കിലും അതിൽ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് അറിഞ്ഞാലേ മാത്രമേ നമുക്ക് ഇതിനെ പ്രോപ്പർ ആയിട്ട് ലെവറേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് അത് കിട്ടും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1% ക്ലബിൽ ഓരോ ദിവസവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്കഷൻസ് വരുന്നുണ്ട്. പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, ടെക്നോളജീസ്, AI ടൂൾസ്, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കാം എന്നുള്ളത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് അതിലൂടെ. കാരണം ഇപ്പൊ ChatGPT ഇന്നൊരു അപ്ഡേറ്റ്സ് വന്നാൽ നമ്മൾ അത് ഇന്ന് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് എങ്ങനെയാണ് അത് ഓരോ ടൂൾസിലും അല്ലെങ്കിൽ ഓരോ ടാസ്കിലും ചെയ്യാന്നുള്ളത് ഡിസ്കസ് ചെയ്യും. പിന്നെ സമാന താല്പര്യമുള്ള ആളുകളായിട്ട് നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാം. അതിലിപ്പോ ഏകദേശം ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. സോ ഈ മെമ്പേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതോട് കൂടി പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസുകൾ എക്സ്പ്ലോർ ചെയ്യാം. നിങ്ങൾക്ക് കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പുതിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ആൾസോ നമ്മൾ മന്ത്ലി ആൻഡ് ആൾസോ വീക്കിലി ഒക്കെ നടത്തുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള വെബിനാർസുകൾ അല്ലെങ്കിൽ അപ്ഡേറ്റ്സുകൾ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ChatGPT മാത്രമല്ല പഠിപ്പിക്കുന്നത്, ChatGPT വരുന്നുണ്ട്, ജെമിനി, കോപ്പൈലറ്റ്, അതേപോലെ Copy.ai, ക്ലൗഡ് AI, പെർപ്ലെക്സിറ്റി, സിംപ്ലിഫൈഡ്, ഡാലി, സ്റ്റേബിൾ ഡിഫ്യൂഷൻ, ക്യാൻവ, ഹൈജൻ, ചാറ്റ് PDF, ഇലവൻസ് ലാബ്, റൺവേ ML, ഇങ്ങനെ തുടങ്ങി 30ഓളം ഡിഫറെന്റ് AI ടൂൾസ് നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഒരു വെബിനാറിലൂടെ ഒരിക്കലും നമുക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ആവാനോ അല്ലെങ്കിൽ ടോപ്പ് 1% പൊസിഷനിൽ നിൽക്കാനൊന്നും പറ്റില്ല. അത് നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ ഡിഫറെന്റ് സ്ട്രാറ്റജീസുകൾ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ ChatGPT മാത്രമല്ല, ChatGPT പോലെ തന്നെ അല്ലെങ്കിൽ അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരുപാട് ടൂൾസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ChatGPT പ്ലസ് 13 AI ടൂൾസുകളുടെ കോഴ്സുകളാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ ആക്സസ് കിട്ടുന്നത്. ആൻഡ് ആൾസോ ഉമർ അബ്ദുസലാം തന്നെയാണ് ഇതിന്റെ ആദ്യത്തെ പോർഷൻ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാവുക. എങ്ങനെയാണ് ഈ ഇപ്പൊ ജനറേറ്റീവ് വർക്ക് ചെയ്യുന്നത്, നിലവിൽ ജനറേറ്റീവ്, അതേപോലെ തന്നെ
ഗൂഗിൾ തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ ഇതിനെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നത് നമ്മുടെ ഡാറ്റ സി ആയിട്ടുള്ള ഉമർ അബ്ദുസലാം ആണ്. ആൻഡ് ഓൾസോ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഓണ്ടർപ്രണർ ആണ്, ഫ്രീലാൻസർ, വർക്കിംഗ് പ്രൊഫഷണൽസ്, സ്റ്റുഡന്റ്, ജോബ് സീക്കേഴ്സ്, ഇങ്ങനെ ആർക്കും ഈ പ്രോഗ്രാം ഈസിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ആൾസോ സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ, നിങ്ങൾക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയർ ഫോർ ജനറേറ്റീവ് ടൂൾസ് പറഞ്ഞിട്ടുള്ള നമ്മൾ സർട്ടിഫൈ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഫൈനൽ എക്സാമിൽ എത്ര പെർസെന്റേജ് മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് അത് ഈസിലി യൂസ് ചെയ്യുന്നതാണ് ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ ഈവൻ നമ്മൾ ഇഡാപ്പിലേക്ക് ഒരാൾ ജോയിൻ ചെയ്യുന്ന സമയത്ത്, പുതിയ ഓപ്പണിങ്സ് വരുന്ന സമയത്ത് ഏതൊരു പൊസിഷനിലുള്ള ആളാണെന്നുണ്ടെങ്കിലും നമ്മൾ അയാളോട് ചോദിക്കാറുണ്ട് ഇന്ന ടൂൾസ് യൂസ് ചെയ്യാൻ അറിയും. ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, നമ്മൾ കമ്പനിയിൽ വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് നമ്മൾ ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ടൂൾസുകൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയും. ഇനി അതല്ല ഗ്രാഫിക് ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കാറുണ്ട് ഏതൊരു പ്രൊഫഷനിലാണെന്നുണ്ടെങ്കിലും ഇന്ന് നിങ്ങൾ ഇത്തരത്തിലുള്ള ടൂൾസുകൾ യൂസ് ചെയ്യണം, അതേപോലെ തന്നെ പഠിക്കണം. കാരണം നമ്മളെ പോലെ കമ്പനീസുകൾ എനിക്ക് തോന്നുന്ന എല്ലാ മാർക്കറ്റിലും ഈവൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഒരു സ്കൂളിൽ നിന്ന് കേട്ടുള്ള ന്യൂസ് എന്താ വെച്ചാൽ സ്കൂളിലെ ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്ന സമയത്ത് വരെ അവർ ചോദിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ടൂൾസുകൾ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ ഇല്ല എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇന്ന് അതൊരു നീഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ 10x ബെറ്റർ ആക്കാൻ ഇത്തരത്തിലുള്ള ടൂൾസുകൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് ലീവറേജ് ചെയ്യേണ്ട വേണം. ആൻഡ് ഓൾസോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് ടെസ്റ്റിമോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഏകദേശം 10,000-ഓളം യൂസേഴ്സ് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് സർട്ടിഫൈഡ് പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് ആയിട്ടുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇവിടെ ഡിഫറെന്റ് മീൻസ് നമ്മളെ ഫീച്ചേഴ്സുകൾ വരുന്നുണ്ട്, ബേസ്, പ്രോ ആൻഡ് ആസ് വെൽ ആസ് അൾട്ടിമേറ്റ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നമ്മളെ കോഴ്സിൽ 100+ ലെസൺസ് വരുന്ന കോഴ്സിലേക്ക് ആക്സസ് കിട്ടാൻ നമുക്ക് 3 വേരിയന്റ് ആണുള്ളത്. ഒന്ന് ബേസ്, പ്രോ, അതേപോലെ തന്നെ അൾട്ടിമേറ്റ്. 3 പ്രോഗ്രാമിലും ഓർ 3 സെഷൻ 100 ലെസൺസ് വരുന്ന നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള കോഴ്സിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും. ആൻഡ് ആൾസോ 1-on-1 പേഴ്സണൽ മെന്റർഷിപ്പ്. ഈ ഒരു ടൂൾസ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു പേഴ്സണൽ മെന്റർ അവൈലബിൾ ആക്കും. സോ നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യമായെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ആൾസോ ഞാൻ ഇതിന്റെ ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം വരുന്നത്, tech.school എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ കോഴ്സിലാണ്. സോ ഞാൻ ജസ്റ്റ് ഇവിടെ കോഴ്സ് വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ പ്രോഗ്രാംസ് വരുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് 3 മേജർ ആയിട്ടുള്ള കോഴ്സുകളാണുള്ളത്. ഒന്ന് ബേസ് പ്ലാൻ ആൻഡ് ആസ് വെൽ ആസ് പ്രോ, ആൻഡ് ദ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അൾട്ടിമേറ്റ് പ്ലാൻ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് വരുന്ന ആയിട്ട് കാണാവുന്നതാണ്. ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ആസ് വെൽ ആസ് കോഴ്സ് കണ്ടന്റ് വരുന്നുണ്ട്. സോ ജനറേറ്റീവ് എന്താണ്, ലിമിറ്റേഷൻസ് ഓഫ് ജനറേറ്റീവ്, പ്രൈമറി ഡിഫറൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ടെക്സ്റ്റ് ജനറേറ്റീവിലേക്ക് ഒരു ഇൻട്രോഡക്ഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ChatGPT, അതേപോലെ API ഫ്രെയിംവർക്ക്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ RT ഫ്രെയിംവർക്ക് അല്ലാണ്ട് ഒരുപാട് ഫ്രെയിംവർക്ക് വരുന്നുണ്ട്. API, റൈസ്, അതേപോലെ ടാഗ് ഒക്കെ വരുന്നുണ്ട്. ChatGPT 4 OSS 3.5 എന്തൊക്കെയാണ് ഡിഫറൻസ് ഉള്ളത്. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് നോക്കിയിട്ടുള്ള ടെക്സ്റ്റ് ആണ്. അഗൈൻ ഇതെല്ലാം ഇമേജ് ജനറേറ്റീവ് ടൂൾസ് ആണ്, അതേപോലെ ഓഡിയോ ജനറേറ്റീവ് ടൂൾസ് വരുന്നുണ്ട്. പിന്നെ ChatGPT എങ്ങനെയാണ് ഡെയിലി ബേസിസ് യൂസ് ചെയ്യാന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സോ ഇത്രയും വരുന്ന ഒരു പാർട്ടാണ് എനിക്ക് ഒരു കോഴ്സിലേക്ക് ആക്സസ് കിട്ടുന്നുണ്ടാവുക. സോ ഈ ഏകദേശം 100 കോഴ്സ് വരുന്നുണ്ട്. സോ മാർക്കറ്റിൽ വരുന്ന ട്രെൻഡിനനുസരിച്ച് നമ്മൾ കോഴ്സ് അപ്ഡേറ്റും ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഇന്ന് ChatGPT ഒരു അപ്ഡേറ്റ്സ് വന്നാൽ നമ്മൾ ഇന്ന് തന്നെ അതിന്റെ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അതായത് ഈ വെബിനാറിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും നമ്മളെ പ്രൈസിൽ ഡ്രോപ്പ് ഉണ്ടാവും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള ഗ്രൂപ്പിൽ എന്ത് ചെയ്താൽ മതി, അഡ്മിൻ ആയിട്ടുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു വെബിനാറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വെബിനാറിൽ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമുക്ക് ഈ Q&A സെഷൻസ് ആണ് ഉള്ളത്. എന്താണ് ChatGPT, എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അതിന്റെ ഫുൾ ഫോം എന്താണ്, ആൻഡ് ആസ് വെൽ ആസ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, പ്രോംപ്റ്റ് ഹാക്സ്, അതേപോലെ പ്രോംപ്റ്റ് ഡിഫറെന്റ് ഫ്രെയിംവർക്സുകൾ, അതേപോലെ എങ്ങനെയാണ് നമ്മൾ ChatGPTന്റെ ഇന്റർഫേസിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, വെബ്സൈറ്റ് എങ്ങനെയാണ് സമറൈസ് ചെയ്യുക, യൂട്യൂബ് നമ്മൾ വീഡിയോ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഒരു 1% മാത്രമേ ആയിട്ടുണ്ടാവുള്ളൂ. കാരണം അത്രയും ഫീച്ചേഴ്സുകൾ ഇന്നത്തെ ടൂൾസുകൾക്ക് അവൈലബിൾ ആണ്. ആൻഡ് നമുക്ക് എല്ലാം ഒരു സിംഗിൾ വെബിനാറിലൂടെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഇതിന്റെ ഒരു മേജർ കാര്യങ്ങൾ മാത്രം കവർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് Q&A സെഷനിലേക്ക് കടക്കാം. ഓക്കെ, സോ ആരാണ് ഫസ്റ്റ് Q&A സെഷൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹലോ ഷിബിൽ, നമസ്കാരം. യെസ് ഷിജിത്ത്, പറഞ്ഞോളൂ. എനിക്ക് അറിയേണ്ടത് വെച്ചാല് ഈ PPT ഉണ്ടാക്കാൻ പറ്റുക, PPT പ്രസന്റേഷൻ ഉണ്ടാക്കാൻ പറ്റുക? യെസ്, പറ്റും. നമുക്ക് PPT ഉണ്ടാക്കാൻ നമുക്ക് ഡിഫറെന്റ് ടൂൾസുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ഗാമ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. സോ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ഫൈൻ, ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഗാമ എന്ന് പറഞ്ഞിട്ടുള്ള GAMMA ഗാമ. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ChatGPT യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ടോപ്പിക്, എനിക്ക് കംപ്ലീറ്റ് പ്രസന്റേഷൻ ആവശ്യമായിട്ടില്ല. 10 സ്ലൈഡ് ഉണ്ട്, അതിനാവശ്യമായിട്ടുള്ള കണ്ടന്റ് ജനറേറ്റ് ചെയ്ത് ChatGPT കണ്ടന്റ് ജനറേറ്റ് ചെയ്തത്. ഓക്കെ, ആ കണ്ടന്റ് നമുക്ക് നേരെ ഗാമയിൽ പോയിട്ട്
അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്ലൗഡും അതേപോലെ ചാറ്റ് ജി പി ടി ആണ് നിലവിൽ യൂസ് ചെയ്യുന്നത്. കണ്ടന്റ് ജനറേഷൻ യൂസ് ചെയ്യൽ ക്ലൗഡ് ആണ്. ചാറ്റ് ജി പി ടി സമ്മറൈസേഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കണ്ടന്റ് ക്രിയേഷൻ അത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഇതിനെ ക്ലൗഡ് ഉപയോഗിക്കുന്നതാണോ നല്ലത്? ക്ലൗഡ് ആണ് ബെറ്റർ. ഇപ്പൊ ക്ലൗഡ് ആണ് ബെറ്റർ. ആൻഡ് ഓൾസോ ചാറ്റ് ജി പി ടിന്റെ 4 വേർഷൻസ് ഒക്കെ നമുക്ക് നല്ല ബെറ്റർ ആയിട്ട് തരുന്നുണ്ട്. 3.5 വളരെ മോശമായിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പൊ നമ്മള് സാധാരണ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല് ഇപ്പൊ സാധാരണ നമ്മൾ ലോഗിൻ ചെയ്താല് നമുക്ക് കിട്ടുന്ന 3.5 ആണോ ചാറ്റ് ജി പി ടി? അല്ല, നിലവിൽ നമുക്ക് 4 ഒമിനിയും കിട്ടും. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് ഒരു ഹവറിൽ ഐ തിങ്ക് മാക്സിമം 14 പ്രോംപ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് 3.5 സെറ്റ് ആവും. അതെന്താന്ന് വെച്ചാൽ നിലവിൽ നമ്മൾ ആ ഒരു പ്രീമിയം വേർഷൻ യൂസ് ചെയ്തിട്ട് അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ ഇപ്പൊ കമ്പനിക്ക് വേണ്ടുന്ന ലോഗോ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഏതാണ്? ഐഡിയോഗ്രാം ലോഗോസിന് ഏറ്റവും ബെസ്റ്റ് ആണ് ഐഡിയോഗ്രാം. അതൊന്ന് സ്പെൽ ചെയ്യാൻ പറ്റുമോ? ഐഡിയോഗ്രാം. ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തരാം, ഞാൻ ചാറ്റിൽ ചെയ്തുതരാം. അതേപോലെ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിന്റെ കോപ്പൈലറ്റും ലോഗോ ക്രിയേഷൻ യൂസ് ചെയ്യാം. ഇത് ബെസ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റിന്റെ കോപ്പൈലറ്റ് നമ്മളത് PPT ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും? എങ്ങനെയാണ്? യെസ്, പറ്റും. നമുക്ക് വേണ്ട രീതിയിൽ PDF ആക്കണമെങ്കിൽ അങ്ങനെ കിട്ടും. അല്ല PPT അങ്ങനത്തെ എല്ലാം കിട്ടും. എല്ലാ ഫോർമാറ്റും അവൈലബിൾ ആണ്. സോ ഗാമയുടെ കൂടി ഞാനിവിടെ ഷെയർ ചെയ്തു. ഗാമ സോ ഞാൻ 3 ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്നാണ് നമ്മുടെ ഐഡിയോഗ്രാം ഉള്ളത്. നിങ്ങൾക്ക് ഇമേജ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് നമ്മുടെ പ്രോഗ്രാമിന്റെ വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് കോഴ്സുകൾ നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. ആൻഡ് ആൾസോ ലാസ്റ്റ് വണ് നിങ്ങൾക്ക് പ്രസന്റേഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൂളാണ് ഗാമ എന്ന് പറഞ്ഞത്. പ്രസന്റേഷൻ ഉണ്ടാക്കാൻ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഐ തിങ്ക് ബെസ്റ്റ് ഗാമ ആണ്. എനിക്ക് ചാറ്റ് ജി പി ടി ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. മരിച്ചു പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഹിന്ദു ആചാരപ്രകാരം പൊലി ഉണ്ടാവും. പൊലി ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ പറ്റൂല. അപ്പോ അമ്മയുടെ അച്ഛന്റെ അനിയന് എന്ന് പറഞ്ഞാൽ നമ്മള് തറവാടെല്ലാം മാറും. അപ്പൊ ഞാൻ ആക്ച്വലി ഒരു ജ്യോതിഷന്റെ അടുക്ക കൺസൾട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ചാറ്റ് ജി പി ടിന്റെ അടുക്ക കൺസൾട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ചാറ്റ് ജി പി ടി പറഞ്ഞു പൊലയില്ല, യു ക്യാൻ ഗോ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അല്ല, അങ്ങനത്തെ സിറ്റുവേഷൻസുകൾ നമുക്ക് ഇടയ്ക്ക് വരാറൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ടൂൾസുകൾ യൂസ് ചെയ്യുന്ന സമയത്ത്. ഞാന് ഈവൻ ജ്യോതിഷം ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വരെ ചാറ്റ് ജി പി ടി ഉപയോഗിക്കാന്നാണ് പറഞ്ഞു വന്നു. ഇതിലെന്താ വെച്ചാല് നമ്മൾ ഈ ടൂൾസ് യൂസ് ചെയ്യുമ്പോ ചിലപ്പോ ചാറ്റ് ജി പി ടി നല്ല മിസ്റ്റേക്സുകൾ നന്നായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ പറയും ഇത് തന്നെയാണ് ആൻസർ, ഇത് തന്നെയാണ് ഉറപ്പ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മളെപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസറുകൾ വെരിഫൈ ചെയ്യണം. കാരണം ഇത് നമ്മളേതെങ്കിലും പ്ലാറ്റ്ഫോം ഇടുന്ന സമയത്ത് അതിന് മിസ്റ്റേക്ക് വന്നാൽ നമുക്കായിരിക്കും പ്രശ്നം വരിക, ചാറ്റ് ജി പി ടിക്ക് ആവില്ല. അപ്പോൾ ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസേഴ്സുകൾ നമ്മളെപ്പോഴും വെരിഫൈ ചെയ്യണം. കാരണം ആ ഒരു ഹ്യൂമൻ ഫാക്ടർ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യണം. യെസ്, നിങ്ങൾക്ക് നമ്മുടെ ഡീറ്റെയിൽസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന് മെസ്സേജ് അയച്ചാൽ മതി. ഡിഫറെന്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇതിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്താ വെച്ചാല്, നമ്മുടെ 1% ക്ലബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയറിൽ വരെ നിങ്ങൾക്ക് എന്തൊക്കെ അപ്ഡേറ്റ്സ് ടെക്നോളജിയിൽ വന്നാലും നമ്മൾ ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിരിക്കും. അത് ഞങ്ങളോട് ഉറപ്പാണ്. ഈ 1% ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ എന്താ വേണ്ടേ? നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല, വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന് മെസ്സേജ് ചെയ്താൽ മതി. നമ്മുടെ സ്റ്റുഡന്റ് കൗൺസിലേഴ്സ് ആണ്. യെസ്, പെയ്ഡ് മെമ്പർഷിപ്പ് ആണ്. പേയ്മെന്റ് വരുന്നത്. ഷിജിത്ത് മൈക്കൊന്നും മ്യൂട്ട് ആക്കാൻ പറ്റും. Any other doubts regarding the course or prompt engineering or AI tools or whatever? Hello. Yes.
അജയരാജാണ്. സാറിന് നേരിട്ട് യെസ് പരിചയമുണ്ടല്ലോ. ഓക്കെ ഫൈൻ ഫൈൻ. ഓക്കെ, ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റിയ AI ടൂൾസ് ഉണ്ടോ? നമുക്ക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനൊന്നും എനിക്ക് അത്ര പരിചയമല്ല, കാരണം ഞാൻ ആ ഒരു മേഖലയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ. കാരണം എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ നമ്മളെ സിവിൽ എഞ്ചിനീയേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, എന്താ എങ്ങനെയാണ് ഈ കംപ്ലീറ്റ്ലി വീടൊക്കെ ഡിസൈൻ ചെയ്യുക, പ്ലാൻ കൊടുത്താൽ അങ്ങനത്തെ ഏതെങ്കിലും AI ടൂൾസ് ഉണ്ടോ എന്നൊക്കെ. ഐ തിങ്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ടൂൾസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടില്ല. ഐ മീൻ എന്റെ പരിചയത്തിലില്ല, ഞാനത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഹലോ സാർ. ഹലോ യെസ് യെസ് കേൾക്കാം സാർ. അപ്പോൾ ഈ നമ്മൾ 3D ഡിസൈൻസ് ഒക്കെ ഇല്ലേ, 3D പ്രിന്റിംഗ് മെഷീൻസിനൊക്കെ വേണ്ടിയിട്ട് നൽകുന്ന 3D ഡിസൈൻ, 3D ഫയലിംഗ്, അതിനൊക്കെ ലഭ്യമാണോ? അത് ഐ തിങ്ക് മാർക്കറ്റിൽ 2-3 ടൂൾസ് അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്തിട്ട് 3D ഡിസൈൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് CAD-ൽ അതേപോലെ നമുക്ക് 3D പ്രിന്റിംഗ് കൺവേർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ നമുക്ക് CAD-ലൊക്കെ ചെയ്തിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. റീസെന്റ് ആയിട്ട് മെറ്റന്റെ ഏതൊരു AI ടൂൾസ് ആ രീതിയിൽ ചെയ്തു തരുന്നുണ്ട്. നമ്മൾ പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്ക് 3D ഒബ്ജക്ട്സുകൾ കിട്ടും, CAD ഫയൽ കിട്ടും. പക്ഷെ അത് എത്രത്തോളം 3D ആയതുകൊണ്ട് എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം 3D ആകുമ്പോൾ അതിനൊരു ലൈക്ക് 3D എന്ന് പറഞ്ഞത് കുറച്ച് കോംപ്ലക്സ് ഷേപ്പ് ആണല്ലോ, നമ്മളൊരു ടെക്സ്റ്റ് കിട്ടുന്ന പോലെ അല്ലല്ലോ. അതെ അതെ. അത്ര പ്ലാറ്റ്ഫോം ചെയ്താൽ പറയാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട്. ഐ തിങ്ക് മെറ്റന്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു റീസെന്റ് ആയിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് ഇനി പബ്ലിക് ആക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അത്ര ഷുവർ അല്ല. ഓക്കെ. 3dfi.ai എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ജസ്റ്റ് ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്തരാം, ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കൂ. 3dfi ഞാൻ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം. ഈ പ്ലാറ്റ്ഫോം ഞാൻ അത്ര എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ബട്ട് യു ക്യാൻ ട്രൈ. മെറ്റ റീസെന്റ് ആയിട്ടൊരു 3D റിലീസ് ആയിട്ടുണ്ട്, പക്ഷെ പബ്ലിക്കിന് ആക്സസ് ആയിട്ടില്ല തോന്നുന്നുണ്ടായി. ഓക്കെ, സോ എനി അതർ ഡൗട്ട്സ്? പിന്നെ ഞാൻ അജയ് ജയരാജ് എന്ന് പറഞ്ഞ അവര് ഏതോ റോബോട്ടിക് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഞാനും സെയിം ഫീൽഡാ. അജയനെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ. നോ പ്രോബ്ലം. അത് എങ്ങനെയാണ് അവരുടെ ഡീറ്റെയിൽ കിട്ടുക? അജയിന്റെ ഡീറ്റെയിൽസ് നമ്മള് സ്റ്റുഡന്റ് കൗൺസിലേഴ്സ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നമ്പർ തരാം. അജയിനെ എനിക്ക് പേഴ്സണലി അറിയുന്നതാണ്. ഞാൻ അജയിന്റെ നമ്പർ തരാം. നോ പ്രോബ്ലം. ഓക്കെ.